يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മളെല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇട്ടത്തെ കാരണമാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് രണ്ട് ലോകത്തും വിജയിക്കാൻ വേണ്ടി തന്നതാണ് ദീൻ. ദീൻ പൂർണ്ണമായി മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ദുനിയാവിൽ സമാധാനം, സന്തോഷം ഉണ്ടാവും. ആഖിറത്തിൽ എന്നേക്കുമായുള്ള വിജയം. പൂർണ്ണമായ ദീനിലാണ്, എന്നാലാണ് പൂർണ്ണമായ സഹായത്തിന്റെ വാഗ്ദാനം. ദീനിനെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും പൂർത്തിയാക്കി. ദീൻ പൂർത്തിയാവലോടുകൂടി അതിൻ്റെ സമാധാനം, അതിൻ്റെ സ്വസ്ഥത ആ മനുഷ്യരെ ആസ്വദിക്കാനുണ്ട്. ഹജ്ജത്തുൽ വദാഇൽ ദീൻ പൂർത്തിയാക്കി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞു. അല്ലാഹ് നമുക്ക് തൃപ്തിപ്പെട്ടു തന്നാൽ വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തന്നാൽ, അള്ളാഹു ഒരു കാര്യം തൃപ്തിപ്പെട്ടു തന്നാൽ പിന്നെ ആ മനുഷ്യൻ അതിലൂടെ എത്ര വലിയ വിജയം, എത്ര വലിയ ഹൈർ, എത്ര വലിയ നന്മ ഈ മനുഷ്യർക്ക് ഉണ്ടാവും. അതുകൊണ്ട് ദീനിനെ സഹാബാക്കൾ ഇങ്ങനെ അവർക്ക് ദീൻ ഇറങ്ങിക്കൊണ്ടേയിരുന്നു, അവരത് പൂർത്തിയാക്കിക്കൊണ്ടേ പോയി. ഇറങ്ങുന്ന ആയത്തുകൾ, അവർക്ക് കേൾക്കുന്ന ഹദീസുകൾ, അത് അവരുടെ ജീവിതങ്ങളിൽ പൂർത്തിയാക്കിക്കൊണ്ടേ പോയി. ശരിക്കും അതിനെ സൂക്ഷിച്ചത് സഹാബാക്കളാണ്. കിതാബുകളിലൂടെ സൂക്ഷിച്ചതല്ല, ജീവിതങ്ങളിലൂടെ സൂക്ഷിക്കാൻ ചെയ്തു. ജീവിതങ്ങളിലൂടെ സൂക്ഷിച്ചു. ഓരോ സഹാബിയും അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ ഇൽമിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ കിട്ടിയ സന്ദേശത്തെ അവരവരുടെ ജീവിതങ്ങളിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ പിൻപറ്റി അവരവരുടെ ജീവിതങ്ങളെ വിജയത്തിലാക്കി. തീർച്ചയായും വിജയം ഉണ്ടാവും രണ്ട് ലോകത്തും. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അതിന് മാതൃകകളാണ്. അവർക്ക് പ്രയാസങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടുകൾ മനുഷ്യസഹജമായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ അവർ അതിജീവിച്ചു, സന്തോഷത്തോടെ അതിജീവിച്ചു. വലിയ വലിയ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ അവർ അതിജീവിച്ചു. കാരണം അവരിൽ ദീൻ സമാധാനമായി. ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈമാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈമാൻ. ഈമാൻ അത് ദൃഢമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം ഇല്ലാതാവും. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം ഇല്ലാതാവും ഈമാൻ ദൃഢമായ. ഒരാൾക്ക് എത്ര ഭയം കൂടുണ്ടോ മനസ്സിലാക്കേണ്ടതാണ് അയാൾക്ക് ഈമാൻ കുറഞ്ഞു വരികയാണ്. മുഅ്മിൻ ഒരിക്കലും ഭീരു ആവില്ല. അവൻക്കൊരു ഭയം ഉണ്ടാവും. കാരണം അവന്റെ കാര്യത്തിലെല്ലാം തീരുമാനമായതാണ്. അവന്റെ മരണത്തിന്റെ ഡേറ്റ് തീരുമാനമായതാണ്. അവന്റെ ആഹാരം തീരുമാനമായതാണ്. എല്ലാം തീരുമാനമായ ഒരാളെന്തിനാ ഭയപ്പെടുന്നത്? അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് വിചാരിക്കണവനാണ് എന്ത് ചെയ്യേണ്ടത്? പേടിക്കരുത്. ഞാൻ എന്തെങ്കിലുമൊക്കെ സംവിധാനം ചെയ്ത് അന്ന് മരിക്കാനുള്ളതിന് പകരം 6 മാസം കഴിഞ്ഞിട്ടേ മരിക്കുള്ളൂ എന്നൊരു സംവിധാനത്തിൽ അവന് വിശ്വാസം ഉണ്ടെങ്കിൽ അവന് പേടിക്കേണ്ടേ ഉള്ളൂ. ഇന്ന് മരിക്കാനുള്ളവൻ എന്തായാലും തന്നെ മരിക്കും. എന്തിനൊക്കെ പേടിക്കുന്നത്? അതുകൊണ്ടാണ് സഹാബാക്കളുടെ ജീവിതത്തിൽ ഭയം ഉണ്ടായിട്ടില്ല. അവർ ശത്രുക്കളുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിരോധികൾ, ശത്രുക്കൾ, അവരുടെ മുന്നിലേക്ക് അവർ ധൈര്യസമേതം പോയി. ഇരുബിഅത്തിന് ആമിർ റളിയല്ലാഹു അൻഹു ഒരു മെലിഞ്ഞൊരു പാവ സഹാബിയാണ്. അദ്ദേഹത്തിനൊരു സൈന്യവുമായിട്ട് അയച്ചു, ഒരു ജമാഅത്തായിട്ട് അയച്ചു.
റുസ്തമിന്റെ അടുക്കൽ ചെന്നാണ് ഓർമ്മ. എന്തായാലും അദ്ദേഹം പോയി. അന്നത്തെ വലിയ രാജാവാണ്, അയാളടുക്കൽ പോയി. അങ്ങനെ അയാളുടെ സംഘത്തിനെ കുറച്ച് ആൾക്കാർ ഒരു കൊട്ടാരത്തിൽ കയറി അനുവാദമൊക്കെ വാങ്ങി അവരവിടെ കയറി അവർ സംസാരിച്ചു. ഒരു രാജാവിനോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ വന്നത്, എന്താണൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ്: ഇന്നല്ലാഹ ബഅസന, ഞങ്ങൾ വന്നതല്ല, അല്ലാഹ് ഞങ്ങളെ അയച്ചതാണ്. ആരോടാ പറഞ്ഞു? അള്ളാഹുവിൽ വിശ്വസിക്കാത്ത രാജാവിനോടാ പറഞ്ഞു. ഇന്നല്ലാഹ ബഅസന ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അടിമകൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ഈ അടിമകളെ രക്ഷപ്പെടുത്തി അടിമകളുടെ ഉടമയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കോലത്തിൽ അവരാക്കണം. ദുനിയാവിന്റെ ഇടുക്കങ്ങളിൽ നിന്ന് ആഖിറത്തിന്റെ വിശാലതയിലേക്ക് വിളിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഒരു രാജാവിനോട് പറയുന്നു. എന്താണ് അവർക്ക് ഭയമില്ലാത്തത്? ഓരോ കാര്യത്തിൽ തീരുമാനമായത് അവർക്ക് യക്കീനാണ്. പിന്നെ ഒരു മരിക്കുകയാണെങ്കിൽ ഒരു അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് മരിക്കുന്നത്. ജീവിതത്തിൽ ജീവിക്കണതിന്റെ എന്തിനാണ്? ജീവിക്കണെന്തിനാണ് പോയി? തോട്ടുണ്ടാക്കാൻ. ജീവിക്കണെന്തിനാണ് പോയി? വില്ലുണ്ടാക്കാൻ. ജീവിക്കണെന്തിനാണ്? വലിയ ഉദ്യോഗം ഉണ്ടാക്കാൻ. ജീവിക്കണെന്തിനാണ്? വലിയ അധികാരം കിട്ടാനാണ്. ജീവിക്കണെന്തിനാണ്? വലിയ ബിസിനസ് ശൃംഖല ഉണ്ടാക്കാനാണ്. എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ അവസ്ഥകൾ ഉണ്ടാവണം. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ജീവിക്കണത്. അതുകൊണ്ട് നമുക്ക് പോകാന്ന് പറഞ്ഞ പേടിയാണ്. ഞാൻ മരിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മരിക്കലാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നൊരാൾ മനസ്സിലാക്കിയാൽ അയാൾക്ക് അള്ളാഹ്ക്ക് വേണ്ടി മരിക്കലായിട്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒരു പ്രയാസമില്ലാതെ സഹാബാക്കളുടെ മൊത്തം രീതി അങ്ങനെയാണ്. മൊത്തം രീതിയാണ്. അവർക്ക് ആരും ഭയമില്ല. അവർക്ക് ഭയമില്ല. ഒരു കാര്യങ്ങളിൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഇതിലൂടെ അള്ളാഹുവിന്റെ മാർഗത്തിലൊരു സംഘം, സഹാബാക്കളുടെ ഒരു സംഘം യാത്ര ചെയ്തു. അവർക്ക് രാത്രി കാട്ടിലായിരിക്കും. അപ്പം ഏജന്തുക്കൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. മഷൂർ ചെയ്തു ജമാഅത്ത് സഹാബാക്കളുടെ സംഘം എന്താ ചെയ്യേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാനൊന്നും ഇല്ലല്ലോ, എന്തായാലും കാട്ടിൽ ആപ്പാട്ടണം. ഒരാൾ പറഞ്ഞു, നമുക്ക് ഒരു ഏലാൻ ചെയ്യാം. നമ്മളിവിടെ കൊണ്ട് പറയില്ലല്ലോ, സംസ്കാരത്തിന് ശേഷം സംസാരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ പോലെ അതിനാണ് ഏലാൻ. കാട്ടിൽ ഒരാൾ ഒരു ഉയർത്തി തരുന്നത് വിളിച്ചു പറഞ്ഞു, നഹ്നു അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സഹാബാക്കളാണ്. ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ താമസിക്കാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലത്തേക്ക് ഈ കാട് ഞങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു തരണമെന്ന്. എങ്ങനെയുണ്ട്? അങ്ങനെ പറയുന്നത് താരീഖിൽ എഴുതിയിട്ടുണ്ട്. സഹാബാക്കളുടെ കണ്ണിന്റെ മുന്നിൽ നിന്ന് മൃഗങ്ങൾ അതിന്റെ കുഞ്ഞുങ്ങളെയും എടുത്തിട്ട് കാട് ഒഴിവാക്കിയിട്ട് യാത്ര ചെയ്തു. കാരണം ഈ ആൾക്കാർ വേറെ ആൾക്കാരാണ്. ഇവർ അള്ളാഹുവിന്റെ തൃപ്തി നേടിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇളം ചെയ്താൽ അത് പോവും. കാരണം ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. അൽ ഹയാൽ അൽ ഹൽഖ്, സൃഷ്ടികൾ മൊത്തം അള്ളാഹുവിന്റെ കുടുംബമാണ്. എന്നുവെച്ചാൽ അള്ളാഹിന്റെ കൺട്രോളാണ് എല്ലാവരും. ഞങ്ങൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളെ കണ്ടാൽ ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയുമെന്നും അസാധിക്കണം. ഒരു വേണ്ട, നമുക്കത് വിശ്വസിക്കാൻ കൂടി കഴിയില്ല. കാരണം എന്താ പറയുക, നമുക്ക് ആ ഒരു ദർജയ്ക്ക് എത്തിയിട്ടില്ല. നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് അള്ളാഹിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കിതൊന്നും ഉൾക്കൊള്ളാനും കൂടി കഴിയില്ല. പക്ഷെ സഹാബാക്കൾ അവർക്കിതൊന്നും ഒരു പ്രശ്നമില്ല. അവർക്കൊരു പ്രശ്നമില്ല. അവർക്കൊരു അവരുടെ ഇത് നമ്മൾ ഇതൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് പറയാൻ പാടില്ല. ഇവിടുത്തെ നിരീശ്വരവാദി ആരാ ചങ്ങേവരങ്ങളോട് നിരീശ്വരവാദി കഴിക്കാൻ പോകാൻ പറഞ്ഞത്? ഓരോ പണിയെടുത്ത് പോയിക്കോട്ടെ. ലോകത്തിൽ മുഴുവൻ മനുഷ്യന്മാർ സ്വർഗത്തിലാക്കുന്ന പണിയൊന്നും നമുക്കില്ല. അവിടെ അബൂജാൽ എന്താ വിചാരിക്കാന്ന് വെച്ചിട്ടുള്ള ഇവിടെ ഖുർആൻ ഇറങ്ങിയത്. അവിടെ അബൂലാബ് എന്താ വിചാരിക്കാന്ന് വെച്ചിട്ടുള്ള ഖുർആൻ ഇറങ്ങിയത്. ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഖുർആൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടോ എത്തിന് ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ ഇസ്ലാം ആരൊക്കെ തൃപ്തിപ്പെടുത്താനാണ്, അള്ളാഹിനെ തൃപ്തിപ്പെടുത്താനല്ല. ആരൊക്കെ ഓലെന്താ വിചാരിക്കുക, ഇവലെന്താ വിചാരിക്കുക, ഓലെന്താ വിചാരിക്കുക, ഓലെന്ത് വിചാരിച്ചാലെന്താണ്? അത് ചിന്തിക്കൽ തുടങ്ങിയതോടുകൂടിയാണ് ഇസ്ലാമിന്റെ കളറ് പോയത്, ഇസ്ലാമിന്റെ പ്രകാശം പോയത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് അനുസരിച്ച് ജീവിക്കുന്നില്ല. ഖുർആൻ ശരീഫിലുണ്ട്, ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിനെ ഉറക്കിയത്. فأماته الله 100 عام. انظر إلى فأماته الله 100 عام. 100 വർഷം അവരെ ഉറക്കിയത്. എത്ര വർഷം? 100 വർഷം. فأماته الله 100 عام.
എന്നിട്ട് പറയാം ഫൻദുർ ഇലാ ഹിമാരിക അല്ലേ സുമ്മ ബഅസ്നഹും അവരോട് ദുഷ്കം ലഭിച്ചും ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം നിങ്ങൾ എത്ര സമയം ഉണ്ടായിരുന്നു ചോദിച്ചു. ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നത്. അപ്പം പറഞ്ഞു അല്ല നിങ്ങൾ 100 വർഷം എന്ത് ചെയ്തു നിങ്ങൾ ഉറങ്ങി. വൻദുർ ഇലാ തആമിക ലം യതസന്ന ആ ഭക്ഷണത്തിലേക്ക് നോക്കി അത് പുളിച്ചിട്ടില്ല കേടുന്നിട്ടില്ല. വൻദുർ ഇലാ ഹിമാരി നിന്റെ കഴുതയിലേക്ക് നോക്ക്. എന്താണ് വൻദുർ ഇലാ ഹിമാരിക ഒറ്റ കഴുതയിലേക്ക് നോക്കി അത് ദ്രവിച്ചു വെച്ചു ഭക്ഷണം പൊളിച്ചിട്ടില്ല. ഇത് ഖുർആൻ പറയാൻ ഒരു മടിയില്ല. സകല ടെക്നോളജിയും നോക്കിയാൽ ഭക്ഷണം 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് 1 ദിവസം കൊണ്ടൊക്കെ എന്താവും കേടും ഭക്ഷണം കേടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ ആർക്കോ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ അറിയേണ്ടത് പോലെ അറിയാം. അവന്റെ കുതിർത്ത് മനസ്സിലാക്കേണ്ടതോ മനസ്സിലാക്കുക. അള്ളാഹു പറഞ്ഞാണോ അത് ഹക്കാണ്, നിബിധനസാധനങ്ങൾ പറഞ്ഞാണോ അത് ഹക്കാണ്. അതിനെപ്പറ്റി വേറെ വർത്താനൊന്നുമില്ല. അതിന് ഇനി ലോജിക്ക് ഉണ്ടായിരുന്നു, അതിന് ഇത് കൊണ്ടുവരണം. ഒരു ലോജിക്കും ഇല്ല, ഒരു ബുദ്ധിയില്ല, ഒന്നുമില്ല. നമുക്ക് ബുദ്ധി എന്ന അള്ളാഹു പറഞ്ഞതാണ്. അവിടെ എന്ത് ചെയ്താൽ മതി, അവിടുന്ന് നമ്മൾ മാറാൻ തുടങ്ങും. നമ്മളെ ബുദ്ധിയും നമ്മുടെ നാടും നമ്മളെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ദീൻ പറയാൻ തുടങ്ങി. അപ്പൊ ദീനിന്റെ ആ എന്തായി അതിന്റെ ഒറിജിനൽ പ്രകാശമില്ലാതായി. അതിന്റെ ഒറിജിനൽ എങ്ങനെ സംഭവിക്കാമെന്നില്ല. അള്ളാഹു പറഞ്ഞതാണ് അതങ്ങനെ. എന്താ നിങ്ങൾ പറയാത്തത്? പ്ലാവിൽ എങ്ങനെ ചക്കണ്ടായത് ചോദിക്കാനോട് അത് പ്ലാവായിരുന്നു. ആരാന്നോട് പറഞ്ഞത് പ്ലാവാണെന്ന്? അതിലും എന്താ മാങ്ങണ്ടായാലും എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ആരാണ് പ്ലാവുമ്പോ ചക്കരണ്ണ ഉണ്ടാവുകയെന്ന് തീരുമാനിച്ച ആരാണ്? അതിവിടെയും അള്ളാഹു തന്നെയാണ്. അള്ളാഹു തന്നെയാണ് പറഞ്ഞത് ഞാൻ ഔഷണത്തിന് കേടിയിരുത്തിയിട്ടില്ല എന്ന്. അസ്ഹാബുൽ കഹ്ഫിന്റെ ആൾക്കാർ അവരെയും അള്ളാഹു എന്ത് ചെയ്തു? അവരെയും ഉറക്കിയത്ര 300 വർഷം ആണെങ്കിൽ 9 കൂടി കൂട്ടിക്കൊള്ളി. ഉള്ള കഴിവുള്ളവരാണ്. നമുക്ക് അള്ളാഹിനെ പറ്റി അത്ര അറിയില്ല. നമുക്ക് അത്ര അറിയില്ല. അതുകൊണ്ട് അള്ളാഹിനെ പറ്റി അറിയാന്നുള്ളത് ഏറ്റവും വലിയ പണിയാണ്. ആരറിയാൻ? അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് സമാധാനിച്ചിരിക്കാം. കാരണം ഞാൻ അള്ളാഹിലേക്ക് പോകാനുള്ളതാണ്. ഇന്ന് അള്ളാഹ് തൃപ്തിപ്പെട്ടാൽ മതി. അതുകൊണ്ട് ശിക്ഷകളൊക്കെ വെറുപ്പിക്കണം എന്നാണ് അർത്ഥം. അല്ല, ശിക്ഷകൾ ആരൊക്കെ തൃപ്തിപ്പെടുത്തണം, എങ്ങനെ തൃപ്തിപ്പെടുത്തണം എന്നൊക്കെ ആര് പറഞ്ഞു തന്നിട്ടുണ്ട്? അള്ളാഹുമാന്റെ റസൂൽ ശാസ്ത്രങ്ങൾ പറഞ്ഞു. ഉമ്മാനെ തൃപ്തിപ്പെടുത്തണം, ഉമ്മാനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ രക്ഷപ്പെടൂല. വാപ്പനെ തൃപ്തിപ്പെടുത്തണം, ഇല്ലെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ അടഞ്ഞു പോകും. നിന്റെ ഭാര്യനോട് ഈ നിലയിൽ നീ പെരുമാറണം, നിന്റെ മക്കളോട് ഇങ്ങനെ പെരുമാറണം, അയൽവാസിനോട് ഇങ്ങനെ പെരുമാറണം. ആരെ പറ്റിയാ പറയാത്തല്ലേ? അപ്പൊ ഈ പെരുമാറ്റമൊക്കെ ആർക്ക് വേണ്ടിയാണോ? ആർക്കുവേണ്ടിയാണോ? അള്ളാഹ്ക്ക് വേണ്ടി ആവണം. ഭാര്യനെ ഒരാൾ സ്നേഹിക്കുന്നെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി ആണെങ്കിലേ അയാൾക്ക് പ്രതിഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സെബാസ്റ്റ്യനും സുബ്രഹ്മണ്യനൊക്കെ എന്ത് ചെയ്യില്ലേ പോലെ വരമാണ് സ്നേഹിക്കില്ലേ? നിങ്ങളെന്താ പറയത്തെ? ഉണ്ടല്ലേ? ചിലരൊക്കെ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. അയ്യ ജോലിക്ക് എന്താ കിട്ടുക? കിട്ടൂല. മുമ്മിന് എന്താ കിട്ടുക? അവൻ പ്രതിഫലം കിട്ടും. അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ ഉമ്മാനെ സ്നേഹിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ പ്രതിഫലം ഉണ്ടാവും. അപ്പൊ ജീവിതം അള്ളാഹ്ക്ക് വേണ്ടി ആക്കി തീർക്കുക എന്നുള്ള വലിയൊരു സംഭവത്തിനുള്ളിൽ നടക്കുന്നു. വലിയൊരു സംഭവം. അത് ക്ലിയറായാൽ ആ മനുഷ്യന്റെ ജീവിതം നന്നാവും. സഹാബക്കൾ റളിയല്ലാഹു അൻഹും വ്യക്തമായി മാതൃകയും വ്യക്തമായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്തുവയ്ക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിച്ചത് പൂർണ്ണമായി അർത്ഥത്തിലേക്കുണ്ടായി. ഒരു സ്ഥലത്തും ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് നിങ്ങൾ എവിടെ നോക്കിയാൽ മാറ്റം ഉണ്ടാവില്ല. സാധാ നമ്മളുടെ സംഭവങ്ങളിൽ ഉദാഹരണത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു സഹാബിയോട് ഇങ്ങനെ സംസാരിച്ചു. എന്തോ ഒരു കാര്യം സംസാരിക്കുന്നതിനിടയിൽ ചെറിയ ഒരു തർക്കം കുറച്ചൊന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. റബിയ അസ്ലമി റളിയല്ലാഹു അൻഹു കുറച്ചൊന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു റബിയ അസ്ലമി ഉണ്ടാക്കുന്നില്ല. കാരണം ഇത് മറ്റേ ദർജയുള്ള ആളാണ്. അവരോടൊക്കെ വർത്താനം എന്തെങ്കിലും പറഞ്ഞാൽ കൂടുന്നില്ല. മൂത്രമൊന്നും വേണ്ടിയില്ല. ആ സംസാരം കഴിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓർമ്മയായി. വേണ്ട, അത്ര ഒന്നും പറയേണ്ട കേസുകൾ ഇല്ലത്, കുറച്ചൊന്ന് ഓവറായി പോയിട്ടുണ്ട്. ആര്
ഞാനിന്ന് ആർക്ക് തോന്നി? അബൂബക്കർ തോന്നി. അവിടെ അബൂബക്കർ അപ്പൊ ആ സബ്ജക്റ്റ് വിട്ടു. ഏത് കാര്യത്തിനാണോ പറഞ്ഞത് അത് വിട്ടു. എന്നിട്ട് അബൂബക്കർ പറഞ്ഞു, റബിയ നീ എന്നെ അതേപോലെ പകരം പറയുന്നു. അതിനും ഒന്നും പറഞ്ഞില്ല. ആരെയും റബിയാസിനെ റബിയല്ലാഹു കുറച്ചേരം പറഞ്ഞു. അബൂബക്കർ പറഞ്ഞു, നീ ഇതിന് പകരം പറയില്ലെങ്കിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയിട്ട് പറയാൻ പോവാം. അതിനും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അബൂബക്കർ നേരെ പോയി. അപ്പൊ അസ്ലമി ഗോത്രക്കാരായ ആൾക്കാരുടെ ഇവിടെ ഓരോ സംഭവങ്ങൾ നോക്കിയിട്ട് ഒരു പഠിക്കുന്ന പരിപാടിയാണ്. ഇയാളെന്നെ ചിത്തറിയാ, എന്നിട്ട് അയാളെന്നെ മാപ്പ് വയ്ക്കുക, മാപ്പ് കൊടുത്തില്ല, ഒന്നും പറഞ്ഞില്ല എന്നുള്ളതിൽ പേരിൽ അയാളെന്നെ കോടതിക്ക് ആർക്കെതിരില്ല, സ്വന്തത്തിനെതിരിൽ. ഇങ്ങനെ ലോകത്തേടെ കാര്യങ്ങൾ പറയും. ഇങ്ങനെ ലോകത്തേടെന്തായാലും ലോകത്തുണ്ടായാലും എന്താണ് പറഞ്ഞാൽ നമ്മളറിയാതെ പറഞ്ഞു തെറ്റാൻ നമുക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ട് അയാൾ ഉത്തരവാദിത്തപ്പെട്ട ആരെടുത്തെങ്കിൽ അയാൾ പോയി പറഞ്ഞാലും എന്താക്കും പോയി നമ്മളതിനെ ന്യായീകരിച്ച് അതിന് വെള്ളത്ത് പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തിനായിട്ട് ഇതങ്ങനല്ല, ഇതാ അതേ പോവാണ്. അവിടെ പോയിട്ട് കേസ് കംപ്ലൈന്റ് ചെയ്ത്. അപ്പോൾ അസ്ലമി ഗോത്രക്കാർ ഇത് ഭയങ്കര വിചിത്രമായ സംഭവമാണല്ലോ. അപ്പം റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ പോണ ആളാരെന്നൊക്കെ അറിയോ? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എങ്ങാനും എന്നോട് കോപിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കോപിക്കും. അല്ലാഹുവിന്റെ റസൂൽ സാധനങ്ങൾ എന്നോട് കോപിച്ചാൽ പിന്നെ അള്ളാന്റെ കോപം ഉണ്ടാവും. പിന്നെ റബിയയുടെ നാശത്തിന് വേറെന്താ വേണ്ടത്? മനസ്സിലായില്ല എനിക്ക്? അപ്പൊ ഇദ്ദേഹം ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ്. പറഞ്ഞ ആൾ പ്രശ്നം എന്താണ്? ഈ പറഞ്ഞ ശരിയല്ലാത്തതുകൊണ്ടൊന്നല്ല, വലിയ ആളെന്നെയാണ്. പക്ഷേ നാളെ മശ്റയിൽ എത്തുമ്പം എല്ലാവരും പറഞ്ഞ വാക്കിനെ പറ്റിയും വിചാരണ ഉണ്ടാവും. മാ യൽഫിളു മിൻ ഖൗലി ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിളു മിൻ ഖൗലി ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്കും ഉരിയാടുന്നില്ല, അത് റഖീബ് അതീദോ അതിനെ രേഖപ്പെടുത്തിയിട്ടില്ല. നാളെ അള്ളാഹ് എടുക്കുന്ന അതിന് സമാധാനം വരേണ്ടി വരും. ആ പേടിയാണ് ആർക്ക്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ റബിയ അസ്ലമി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയി. അവൻ എതിരെ തങ്ങൾ കണ്ടു. തങ്ങൾ പറഞ്ഞു, എന്താണ് റബിയ? അവൻ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. നീ നിരത്തി പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ എന്ന് പറയുന്നു. മനസ്സിലായോ എന്താ പറഞ്ഞേ? ശരിക്കും നമ്മളാണ് പറയില്ല, അബൂബക്കറെ റബിയനോട് അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് പറയുന്ന അവരുണ്ട്. പക്ഷെ നിബിധങ്ങൾ പറഞ്ഞത് റബിയ അബൂബക്കറിനെ അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് നീ പറ. ഈ സംഗതിനെ വിട്ടിങ്ങളല്ല. ഇപ്പൊ ഒരു വർത്താനം പറഞ്ഞത് വരെ ആർക്ക് വേണ്ടിയാ പറയുന്നത്? ആർക്ക് വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും നമുക്ക് ശ്രദ്ധിച്ചൊക്കെ മതി. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം എല്ലാ പരിപാടി. ബിലാൽ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ സാധനങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിൽ പോകണമെന്ന് പറഞ്ഞു. ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ സാധനങ്ങൾ വിടവല്ലേ, വലിയ വിടവല്ലേ. പിന്നെ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആളാണ് ആര്? ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു കൂടെ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അന്ന് എന്ത് നബിതങ്ങൾ സാധനങ്ങൾ ചെയ്തിരുന്നത്, നിങ്ങൾ ഇങ്ങനെ പോയപ്പോൾ എന്തേ ചെയ്തിരുന്നൊക്കെ ചോദിക്കാൻ ആര് ആവശ്യമാണ്? അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു കുറെ പ്രാവശ്യം പോയി ചോദിച്ചു നോക്കി, ഞാൻ പോട്ടെ, എനിക്ക് അനുവാദം തരും, എനിക്ക് അനുവാദം തരുന്നു. അബൂബക്കർ നിങ്ങളും കൂടി പോയാൽ നമ്മൾ ആകെ കൂടും, നമുക്ക് ആകെ ഇങ്ങനല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു അറിയാം ഈ അബൂബക്കർ തന്നെ മൂപ്പരെ അനുവാദം കിട്ടാനുള്ള എന്താണ് ഐഡിയ എന്നുള്ളത്. എന്താ ഐഡിയ? ബിലാൽ റളിയല്ലാഹു അൻഹു അപ്പം പറഞ്ഞു, നിങ്ങൾ ഇന്നെ മോചിപ്പിച്ച ആളാണ്, നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നെ മോചിപ്പിച്ചെങ്കിൽ ഞാൻ ഇവിടെ നിന്നോളാം. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയാണ് മോചിപ്പിച്ചെങ്കിൽ ഇന്നെ വിടണം. എങ്ങനെയുണ്ട്? കാരണം ഇതിൽ അബൂബക്കർ എന്തായാലും കുടുങ്ങുന്ന ആർക്കറിയാം. അപ്പൊ അബൂബക്കർ പറഞ്ഞില്ല, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ മോചിപ്പിച്ചു, നിങ്ങൾ പോയിക്കൊള്ളിയത്. കാരണം അത്ര സഹാബാക്കൾ ഒരു അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഒരു രീതിയാണ്. അബൂബക്കർ ആരാണ്? അബൂബക്കർ മക്കയിൽ വ്യാപകമായി മദ്യം ചാലുവായ കാലഘട്ടം. ഇത് നമ്മുടെ നാട്ടിലെ കട്ടൻ ചായയൊക്കെ പോലെ എല്ലാവർക്കും കട്ടൻ ചായ കൊടുക്കും. ചായ എടുക്കട്ടെ വലിയ കുറ്റമൊന്നുമില്ല. ആണോ? ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് വേറെ കട്ടൻ ചായ. ഈ കേരള 10 BD 2932 ഈ വണ്ടി ഒന്നും മാറ്റിക്കൊടുക്കും. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ബിരിയാണി കഴിച്ചാൽ ഒരു കട്ടൻ ചായ എടുക്കാൻ വേറെ ക്ലാസ് കട്ടൻ ചായ കൊടുക്കും.
എല്ലാവരും ഇങ്ങനെ കട്ടചായ കുടിക്കുന്നതല്ല, അതേപോലെ മദ്യം കുടിക്കുന്ന ഒരു നാടായിരുന്നു എവിടെ മക്ക. എല്ലാവർക്കും കൊടുക്കുക, അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചായ ഒരു ഗ്ലാസ്സിൽ കൊണ്ട് തണുപ്പിച്ചിട്ട് ഇങ്ങനെ ചെറിയ പേരക്കുട്ടികളൊക്കെ വലിയപ്പാരിങ്ങനെ കൊടുക്കും, ഇങ്ങനെ ഇതിനും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ കൊടുത്തു തുടങ്ങാണ് എന്ത് വഴി ചായ. ഇതേപോലെ മദ്യം കുടിച്ച് ആ നാട്ടിൽ ഒരു അത്യാവശ്യം സമ്പന്നനായ ഒരാള് മദ്യപിച്ചിട്ടില്ല പറഞ്ഞാൽ അത് യാദൃച്ഛികം ആണോ? ജീവിതത്തിൽ കുടിച്ചിട്ടേ ഇല്ല, അത് യാദൃച്ഛികമാവോ? എല്ലാവരും വിഗ്രഹങ്ങൾ ആരാധിക്കാണ്. അവിടെ വിഗ്രഹം, ഇവിടെ വിഗ്രഹം, പോണടത്തൊക്കെ എന്താണ് വിഗ്രഹം. കാബന്റെ ഉള്ളിൽ നിന്നിട്ട് 10-365 എല്ലാവരും ഭയങ്കര ആരാധനയും ഭയങ്കര ചിക്കുകളും നടത്തുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലും തലകുനിക്കുകയോ ആരാധിക്കുകയോ ചെയ്തിട്ടില്ല. ആര്? മദ്യപിച്ചിട്ടില്ല. പിന്നെ ഈ തിന്മകളിലൊന്നും നാട്ടിൽ ആമായ തിന്മകളിൽ ആരില്ല. അബൂബക്കറില്ല. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അള്ളാഹുവിന്റെ നിബിധങ്ങൾ സല്ലല്ലാഹുവിന്റെ സഹവാസത്തിന് വേണ്ടി അള്ളാഹ് തെരഞ്ഞെടുത്തതിന് ആരെ? സഹാബാക്കളെ. അള്ളാഹ് സഹാബാക്കളെ തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. നിബിധങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ട് കൊടുക്കണം. ആരെ? അവിടെ ഏറ്റവും വൃത്തിയുള്ള ആളെ ആർക്ക് കൊടുക്കണേ? തെരഞ്ഞെടുക്കുക, കൊടുക്കുക. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് യാത്ര പോകുന്ന വഴിയിൽ ഒരു പുരോഹിതനെ കണ്ടു. അയാൾ സംസാരിച്ചു, മക്കാരനാണെന്ന് പറഞ്ഞു. അതേ പറഞ്ഞു, നിങ്ങൾ കച്ചവടത്തിന് പോകണ്ട, മക്കയിൽ അന്ത്യപ്രവാചകൻ വരാനുള്ള സമയം വന്നിട്ടുണ്ടാവും അയാൾ. നിങ്ങൾ അയാളിൽ വിശ്വസിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല പണി. ആര് പറഞ്ഞു? വഴിയിൽ പുരോഹിതൻ പറഞ്ഞു. നമ്മളാണല്ലോ ഇപ്പൊ കച്ചവടത്തിന് ഞാൻ നാട്ടിലെത്തിട്ട് ഞാൻ അടുക്കാനല്ലേ വരാനല്ലേ, അവിടുന്ന് നോക്കാന്നൊക്കെ നമ്മൾ വരിക. ഇതിപ്പോ ഏതായാലും പുറപ്പെട്ടല്ലേ, പോയി എന്നിട്ട് നോക്കാന്നൊക്കെ നമ്മൾ വരാം. അബൂബക്കറിന് അസ്വന്തനം മടങ്ങി. ആ പുരോഹിതന്റെ വാക്കിട്ടു. മക്കയിൽ വന്നിട്ട് അന്വേഷണം നടത്തി. പോകുമ്പം ഇത് വലിയതില്ല, ഏത് നബിയാണെന്നുള്ള സംഭവം നിങ്ങൾക്കായില്ല. അതേ പോയി തിരിച്ചു വന്നപ്പോഴത്തേനും ഇവിടെ വർത്താനൊക്കെ തുടങ്ങി. അപ്പൊ അബൂബക്കർ ആരോട് ചോദിച്ചു, ഇവിടെ പുതിയ നബി വന്ന ആരാണ് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആ അബൂ താലിബിന്റെ പ്രശ്നമില്ല, മുഹമ്മദ് അബ്ദുള്ളന്റെ മോനൊക്കെ പറഞ്ഞു. അപ്പൊ അബൂബക്കർ നേരെ നബിതങ്ങൾ ത്യാഗങ്ങളെ തെരഞ്ഞില്ല. മനസ്സിലുണ്ടോ? നബിതങ്ങൾ ത്യാഗങ്ങൾ അബൂബക്കർ തെരഞ്ഞു പോയതല്ല. നബിതങ്ങൾ ത്യാഗങ്ങൾ തങ്ങളെ അബൂബക്കർ തെരഞ്ഞു വരാൻ. എന്നിട്ട് ചോദിച്ചു, ഈ ഇപ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ അപ്പം പറഞ്ഞു അബൂബക്കർ ഞാൻ നബിയാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നായിക്കോട്ടെ, നിങ്ങൾ നബിയാണ് മുസ്ലിം. അങ്ങനെയുണ്ട്. അവിടെ ഇത്ര വിഗ്രഹങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അതൊന്നും ആരും നോക്കില്ല. അപ്പം മുസ്ലിമായി. ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ഒരു കുഴപ്പമുണ്ടാക്കിയില്ല. കുറെ ആലോചിക്കാൻ നിന്നില്ല. നാട്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി ആർക്കും അറിയില്ല. അവിടുത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ വേറെയാണ്. അതിന്റെ ഉൾട്ടയിൽ ഒരാൾ പറഞ്ഞതിന് അപ്പം തന്നെ എന്താക്കുക, അവിടെ വിശ്വസിക്കുക. മാന്യനായ ആൾ മുമ്പോക്രതാണ് മുഖത്തേക്ക് അവിടുത്തെ ആൾക്കാർക്ക് നോക്കാൻ ധൈര്യം ഉണ്ടാവില്ല. കാരണം എങ്ങനെ ജീവിക്കുന്നത് വെച്ചാൽ സമ്പത്തുണ്ട്. നിബിധങ്ങൾ തങ്ങളുടെ അബൂബക്കറിലാണ് വേഗം ചോദിച്ചു, ഇനിയിപ്പോൾ എന്താണ് നമ്മളെ പരിപാടി? അങ്ങനെയുണ്ട്. ഞങ്ങളുടെ ഞാൻ എന്നാ വിശ്വസിച്ചിട്ടോ, ഞങ്ങൾ ഒരു മെമ്പർഷിപ്പ് എടുത്തിന്, ഞാൻ തൽക്കാലം ഒന്ന് ശരിയാകണ വരെ ഇനി നമ്മളെ പരിപാടി തന്നെ. പറഞ്ഞു നിബിധങ്ങൾ ദേഹങ്ങൾ പറഞ്ഞു, നമ്മളെ പരിപാടി തന്നെ. ഇത് ആളുകളോട് ഇങ്ങനെ പറയാം, അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, അതിനാണ് നമ്മളെ പരിപാടി. അപ്പൊ അബൂബക്കർ പുറപ്പെട്ടു. പിറ്റത്തെ ദിവസം പുറപ്പെട്ടിട്ട് 5 ആൾക്കാരെ കൊണ്ടു. എത്ര ആൾക്കാരെ? 5 ആൾക്കാർ. അതിൽ ഉസ്മാൻ ബിൻ അഫ്ഫാനുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫുണ്ട്, സഅദ് ബിൻ അബി വഖാസുണ്ട്. പിന്നെ എങ്ങനെ തുടങ്ങി അശ്റഫുൽ മുബശ്ശിരീങ്ങളിൽ പെട്ട 3 ആളോ 4 ആളോ അന്നുണ്ട്. പിന്നെ വേറെ ഒരാളും ഏകദേശം 5 ആളെ, 5 or 8 ആളെ അന്ന് കൊണ്ടുവന്നു. ആര്? അബൂബക്കർ.
ഉസ്മാൻ റളിയല്ലാഹു അൻഹു എത്ര വാരി എറിഞ്ഞാലും അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അക്കൗണ്ടിൽ കൂടി കയറിക്കേ എടുക്കത്തുള്ളതായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിട്ടുള്ളൂ. കാരണം അതേപോലെ പ്രതിഫലം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എത്ര കൊടുത്തിട്ടുണ്ടാവും? അത് മൊത്തം ഇവിടെ പോകുള്ളൂ. സഅദ് ബിൻ അബീ വഖാസിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? ഒക്കെ കാരണം ഇവരൊക്കെ കൊണ്ടതാണ് അദ്ദേഹം. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാധന പൊതുവെ നമുക്കറിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഇഷ്ടമുള്ള സഹാബിയാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര മയുള്ള, ഭയങ്കര ഇഷ്ടമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഇഷ്ടം. തങ്ങളുടെ ഇഷ്ടം ഒരു രണ്ടാളും ഭയങ്കര ചങ്ങായിമാരാണ്. ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഈഗോസ് ഇല്ല ആർക്ക്? അങ്ങനെ കണ്ടപോലെ ഒരു നേതാവിനെ കൊണ്ടത് രണ്ട് പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടാവും. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവും? കുതിങ്കാലും ഒറ്റാതാണ് നിങ്ങളുടെ ഭാഷകളിൽ. അങ്ങനൊക്കെ ഉണ്ടാവും. ഓനെക്കാളും ഇവരങ്ങനൊന്നുമില്ല. ഇവരെപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. അത് ഉണ്ടാകാൻ കാരണം നന്മ സമ്പാദിക്കുന്ന കാര്യത്തിലുണ്ടാകും, അല്ലാണ്ട് വേറെ ഇഗൈറ്റിന്റെ കാര്യത്തിലല്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ദിവസവും എന്തോ വർത്താനം പറഞ്ഞിടയിൽ അബൂബക്കർ എന്തോ ചിത്രം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വളരെ സൈലന്റ് ആയിട്ട് എന്ത് ചെയ്തു? അത് കേട്ടു. നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര സ്ട്രോങ് ആണെന്നല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു കറക്റ്റ് പഞ്ചാളാണ്. ഞാൻ പഠിച്ചു എവിടെ എങ്ങനെ വെക്കണം എന്നുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കളിക്കാൻ പറ്റാത്ത ആളാണെന്നുള്ള ആർക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും പറയില്ല. ഭയങ്കര സങ്കടമായി. ഉമർ റളിയല്ലാഹു അൻഹു നേരെ പേരേക്ക്. കുറച്ച് കഴിഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയങ്കര സങ്കടമായി. അങ്ങനെ പറയേണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് തോന്നില്ലേ? കുറച്ച് കൂടിയോ വേണ്ടില്ല. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരഞ്ഞു എവിടേക്ക്? നമ്മളാണ് പറയുക ഓർമ്മ വരുമല്ലോ. എന്ത് അല്ലെ? അസന്ന് വരും. അപ്പൊ അമ്മ അവിടെ നിന്ന് കാണാം. അല്ലെ 2 ദിവസം കഴിഞ്ഞിട്ട് എന്താക്കാം? ഇവർ അങ്ങനൊന്നും ഇല്ല. കാരണം ഇവർക്ക് വേറെ സാധനമൊന്നും ഇല്ല. ഞമ്മക്ക് അതൊക്കെ തോന്നാതെ താന്നു പോകുന്നൊക്കെ തോന്നിയിട്ടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്പം തന്നെ വിട്ടു. എവിടേക്ക്? ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക്. അവിടെ പോയി വിളിച്ചു. അവിടെ ഉമറുണ്ട് റളിയല്ലാഹു അൻഹു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ആ സങ്കടം കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റില്ല, മുന്നിക്ക് വരാൻ പറ്റില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ അവിടെ അങ്ങനെ നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ചേരം നിന്നിട്ട് മടങ്ങി പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര സങ്കടമായി. അബൂബക്കർ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, മുഖം കൊടുത്തില്ലല്ലോ, ഭയങ്കര മോശമായി പറഞ്ഞത്. അപ്പൊ തന്നെ ആരറിഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി. അപ്പൊ അവിടെ ആളില്ല. പിന്നെന്താണ് സ്ഥലമുണ്ട്? എവിടെ? നിർദ്ദനവർക്ക് ചോദിച്ചു പാടുണ്ട്. അവൻ നേരെ അങ്ങോട്ട് ഇങ്ങനെ ചെന്നു. അപ്പൊ ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തില്ല? ഈ സംഭവമൊക്കെ നിർദ്ദന ത്യാഗങ്ങൾ പറഞ്ഞത് ഇവരുടെ അവസാന ചെങ്ങൈമാരാണ്. ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു നിർദ്ദന ത്യാഗങ്ങളും വലിയ ചെങ്ങൈമാരാണ്. അതുകൊണ്ടാണ് ഈ നടന്ന സംഭവം ഒക്കെ അപ്പത്തിന് ആരോട് പറഞ്ഞതിന് നിർദ്ദന ത്യാഗങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേർക്ക് മുഖം വേറെ രൂപത്തിലായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ച അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുഖം കണ്ടപ്പോൾ പ്രയാസം തോന്നി, എന്തെങ്കിലും പറഞ്ഞേക്കുമോ എന്ന് പേടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ അല്ല കുറ്റക്കാരന്, പ്രശ്നക്കാരൻ ആരാ? പ്രശ്നക്കാരൻ ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഇടപെട്ട് സോൾവാക്കാൻ നോക്കുകയാണ്. നിർദ്ദന ശാസ്ത്രങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു അടുത്തതിന് പറഞ്ഞു, ഉമറെ എന്നെ എൻ്റെ അബൂബക്കറിനെ വിട്ടേക്ക്. നിങ്ങൾ വാക്കാരച്ചു. ഉമറെ എന്നെ എൻ്റെ അബൂബക്കറിനെ വിട്ടേക്ക്. ഇത് നിർദ്ദന ശാസ്ത്രങ്ങൾ പറയുന്നു, ഞാൻ ഈ ജനങ്ങളുടെ ഇടയിലൊക്കെ ഈ കെലിമ പറഞ്ഞിരുന്നു. അന്ന് എല്ലാവരും പരിചിന്തനും ഇജ്തിഹാദും പരിശോധനയും ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? ഒരു നിലയിൽ എതിർപ്പില്ലാതെ അപ്പാടെ അതുപോലെ ആ കെലിമ വിശ്വസിച്ചാണ് ആര്? അബൂബക്കർ. അവ്വലു മൻ ആമന ബി അബൂബക്കർ വഅവ്വലു മൻ സദ്ദഖനി അബൂബക്കർ. ആദ്യമായി വിശ്വസിച്ച അബൂബക്കറാണ്. ആദ്യമായി വാസ്തവാക്കിയാലും ആരെന്നാണ്? ആ ബന്ധം നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവരും ഇസ്ലാമിനെ അങ്ങനെയല്ല. ഉമർ എത്ര കാലം കഴിഞ്ഞാൽ അതായത് കൊല്ലാൻ വരെ ഇറങ്ങി. ബാക്കിയുള്ളവരൊക്കെ സംശയത്തിന്റെ മുൾമുനയിൽ നിന്നിട്ടാണ് അതായത്. അബൂബക്കർ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പോയിട്ട് അന്വേഷിച്ച് എന്തായി മുസ്ലിം. അതുകൊണ്ട് തന്നെ നിർദ്ദന ശാസനങ്ങൾക്ക് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരനായി ആര്?
എപ്പോഴായി കൂട്ടുകാരെയോ ഭരണമൊക്കെ കിട്ടി സെറ്റപ്പായ ശേഷം നല്ല ആളുകൾ ഉപദ്രവിക്കണ കാലത്താണ് കൂടെ നിന്ന് കൊടുക്കണം. നാട്ടിലെ മാന്യരിൽ മാന്യനായ അതാണ് അബൂബക്കറിന്റെ സ്ഥാനം. അതാണ് അബൂബക്കറിന്റെ സ്ഥാനം. ഇന്നെടുത്തു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ഇസ്രായേലിന്റെ യാത്ര ഫലസ്തീനിലേക്ക്, അക്സയിലേക്ക്, പിന്നെ അങ്ങോട്ട് ഏഴനാകാശമൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിൽ പോയി കണ്ട് സംസാരിച്ചു വന്നു. മേറാജ് ഉണ്ടായി, ഇസ്രാവ് ഉണ്ടായി, മേറാജ് ഉണ്ടായി. നബിതങ്ങൾ ഞങ്ങൾ വിരിപ്പിന്ന് പോയ ആ വിരിപ്പിന് ഇതിന്റെ ചൂടുണ്ടായിട്ടില്ല, മാറണേ. നമ്മളിങ്ങനെ കടന്നു നീച്ചു പോയാൽ അതിന് ചൂടുണ്ടാവും. അത് മാറുന്നതിന് മുമ്പ് ആര് വന്നതിന് ഇഷാന്റെ ഒക്കെ സമയമാകുമ്പോൾ നിങ്ങൾ മക്കത്തുണ്ട്, സുബൈന്റെ സമയമാകുമ്പോൾ അവിടെ ഉണ്ട് മക്കത്തുണ്ട്. എന്നിട്ട് നബിതങ്ങൾ ഞങ്ങൾ കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഇങ്ങനെ പോയിരുന്നു, ഫലസ്തീനിൽ പോയിരുന്നു. ഫലസ്തീൻ എന്ന് പറയണ്ടേ അവിടെ ജെറുസലേം എവിടെ പോയി കിടത്ത് ഫലസ്തീൻ അത്ര പോട്ടെ. രാത്രി പോയിരുന്നു, പിന്നെ പറയണ ഏഴാം പോയി. അത് പറഞ്ഞാൽ എന്താ ആൾക്കാർ പറയുന്നത് പറയും. ആളുകൾക്ക് ഇത് കിട്ടന്റെ താമസം. വിധങ്ങൾക്ക് ഭ്രാന്തന്റെ ചെറിയ സ്ഥലത്ത് സുഖലേഖ ഉണ്ടെന്ന് ഇവളിങ്ങനെ പറയണം. ഇതിനെന്തില്ല, ഇതിനെതിരെ വ്യക്തമായിട്ട് തെളിവില്ല. അപ്പൊ നല്ല എന്ത് കിട്ടിയിരിക്കുകയാണ്, ഒരു തെളിവ് ഇട്ടിരിക്കുകയാണ്. മുസ്ലിം ലക്ഷയ്ക്ക് രാത്രി പോയി വേണമെന്ന് ആരാ മറ്റേ വിമാനമില്ലല്ലോ. അങ്ങനെ ഇവര് തെളിഞ്ഞ് ഇതിന്റെ ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനോടാണ് ഇപ്പൊ വലിയ ഇടങ്ങേറ്. കാരണം അദ്ദേഹത്തിന് നാട്ടുകാരെല്ലാവരും ബഹുമാനിക്കുക, ആദരിക്കുകയും ചെയ്യണം. നേരെ അബൂബക്കറിന്റെ അടുക്കൽ കൂട്ടും. എന്നോട് ചോദിച്ചു, അബൂബക്കറെ ഒരാളിങ്ങനെ ഇവിടുന്ന് ഇന്നലെ രാത്രി ഫലസ്തീനിൽ പോയി, മസ്ജിദുൽ അഖ്സയിൽ പോയി, അവിടുന്ന് ഏഴാൻ ആകാശത്ത് പോയിട്ട് തിരിച്ച് സുബഹിന്റെ മുമ്പ് എന്നെ വന്നേനെന്നാണ് പറയുന്നത് എൻ്റെ ചങ്ങായി എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കഥ മനസ്സിലായി. നമ്മളോട് പോയി നമ്മളൊരു ചങ്ങായി അങ്ങനെ പറഞ്ഞു തന്നെ നമ്മളെന്താ പറയുക, നമുക്ക് അവനോട് വലിയ ഇഷ്ടമാണെങ്കിൽ പറയും അങ്ങനെ പറയാൻ സാധ്യതയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോന്റെ പേരിൽ ആരെങ്കിലുമൊക്കെ അടിച്ചു വിട്ടതായി അങ്ങനെ പറയാതെ, കാരണം ഓനോട് ഭയങ്കര ഇഷ്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറയാതെ സാധ്യതയില്ല. അല്ലെങ്കിൽ നമ്മൾ പറയും അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവര് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നായിക്കട്ടെ, ഞാൻ ഓനൊന്ന് കാണട്ടെ, എന്താ പറയുന്നത് എന്താന്നുള്ളത് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് വേറെ തരാം. നമ്മളൊക്കെ അങ്ങനെ തന്നെ പറയും. ശബോകരത എന്താ പറയുന്നത്, മുഹമ്മദ് നിങ്ങൾ പറയുന്നത് നീ വന്ന് നോക്ക്, അതാ പറയണ ഉറപ്പാണോ ചോദിച്ചു, പറയുന്നോ ചോദിച്ചു, പറയുന്നത്. അപ്പൊ അബൂബക്കർ പറയുന്നുണ്ടെങ്കിൽ നാ ഉറപ്പായിട്ട് സംഭവിച്ചു. ഇനി എന്തില്ല, എങ്ങനെ ഫലസ്തീനിലേക്ക് പോവുക, എങ്ങനെയാണ് ആകാശത്തേക്ക് പോവുക, ഒന്നും ആരും വെച്ചില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളൊക്കെ പ്രശ്നം തന്നെ ഒരു അതീത് കേട്ടാൽ അതിനെ റിസർച്ച് ചെയ്യും, അതുണ്ടാവും. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഒരു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ജമാഅത്തിന്റെ അവിടെ. അപ്പൊ ഞാൻ ആ പള്ളിയിൽ അങ്ങനെ കയറിയപ്പോൾ ഒരു ജമാഅത്തെ കണ്ടപ്പോൾ ഒരു താലിം നടന്നുകൊടുക്കുന്നു. അപ്പൊ ഒരു അമലിൽ കുറച്ചേരം ഇരുന്നിട്ട് അത് പോകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഒരു അമലിങ്ങനെ കണ്ടിട്ട് പോകണ്ട, ഒരു അമലിൽ കുറച്ചേരം ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നാണ് ഇരുന്നു. ഞാൻ ഇരുന്ന് കഴിയുമ്പോൾ ഒരു ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ 360 സന്ധികളുണ്ട്, ഓരോ സന്ധിക്കും നിങ്ങൾ സദക്ക ചെയ്യണമെന്നില്ല ഹദീസാണ് വായിക്കുന്നത്. അതിലൊരു ഡോക്ടർ അജമായിക്കുന്നു. തൊട്ടടുത്തുള്ള ഒരാള് അയാളോട് ചോദിക്കാണ് 360 സന്ധി ഉണ്ടോ. നിങ്ങൾക്ക് മനസ്സിലില്ല. ഹൽക്കയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞാൽ ഡോക്ടറാണ്, ഡോക്ടർ കഴിഞ്ഞാൽ വേറൊരാളാണ്. അപ്പൊ ഈ ഡോക്ടറോട് അയാൾ ചോദിക്കാൻ ഇങ്ങനെ തോന്നിട്ട് 360 സന്ധി ഉണ്ടോ. കാരണം നമുക്ക് നിബിധന സാധനങ്ങൾ പറഞ്ഞാലുണ്ടാവില്ല. പറയുവായി ആയി മാഷാ അല്ലാഹ്. ഈ ഡോക്ടർ കുറേയായിട്ട് നമ്മൾ പോയ നല്ലൊരാളാണ്. അയാള് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ 361 എന്ന് പറഞ്ഞ് വിശ്വസിച്ചു. ഇല്ലേ 359 ഉള്ളു പറഞ്ഞ് വിശ്വസിച്ചു. അയാൾ ഒരു ഫുൾ ഡോസ് ആയിരുന്നു. ഇല്ലേ ഞാൻ കൊടുക്കാന്ന് കഴിഞ്ഞു. അയാൾ തന്നെ അയാളുടെ ഡോക്ടർ തന്നെ മറുപടി കൊടുത്തല്ലോ. ഡോക്ടർ ഒന്ന് അള്ളാഹ് റസൂൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും കൂടി 359 ഉള്ളു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അയാൾ. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ് ഞാൻ. നമുക്ക് നിബിധങ്ങളുടെ ആശങ്കയിൽ അള്ളാന്റെ വാക്കിൽ ഫുൾ യക്കീനൊന്നും ഇല്ല. ഒരു സഹാബിയൊക്കെ വന്നിട്ട് നമ്മൾ ചെക്കൊക്കെ ചെയ്താൽ മുസ്ലിമീങ്ങൾ ഇങ്ങോട്ടിടും, മറ്റൊരാട് വിടാൻ എല്ലാത്തിനും പാടാടും ഒട്ടായിട്ട്. കാരണം ഒറ്റൊന്നും എന്തില്ല,
ഈമാനില്ല. കാരണം അങ്ങനത്തെ അവസ്ഥയിൽ നമ്മളുള്ളത്. നമ്മളിത് മറ്റുള്ളവർക്കൊക്കെ മെച്ചുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിലക്കാളൊക്കെ മെച്ചുണ്ട്. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്, എല്ലാവരും പരീക്ഷ ചെയ്യുന്നു. ആ പരീക്ഷന്റെ സബ്ജക്റ്റിന് 18 മാർക്ക് കിട്ടിയാൽ എല്ലാവരും ജയിക്കും. 20 മാർക്ക് കിട്ടിയാൽ എല്ലാവരും ജയിക്കും. 20 മാർക്കാണ് എൻ്റെ വിജയത്തിന്റെ മാനദണ്ഡമായി വെച്ചത്. 20 മാർക്ക്. അങ്ങനെ എല്ലാവർക്കും 35 കുട്ടികളുണ്ട്. അങ്ങനെ നല്ല പഠിക്കേണ്ട ഒരു കുട്ടിയുണ്ട്. ഓൻക്ക് ആകെ കിട്ടിയത് 16 മാർക്ക്. ഇത്ര ഓൻക്ക് 16. പിന്നെ ബാക്കിയുള്ളവർക്ക് 14, 13, 7, 8, 9 പറഞ്ഞ് ഫുള്ള് 35 എണ്ണത്തിന് 16 മുകളിൽ പിന്നെ മാർക്കില്ല. പിന്നെ ഒക്കെ അങ്ങോട്ട് താഴ്ത്തിക്കല്ലേ. അപ്പൊ ആ ക്ലാസ്സിൽ ഫസ്റ്റായിരിക്കാം. ആ 16 മാർക്കുള്ളൂ. ഓ പറയും അങ്ങനെ എന്തായാലും ക്ലാസ്സിൽ ഫസ്റ്റായിരിക്കാണ്. ആ ക്ലാസ്സിൽ ഫസ്റ്റ് ഉണ്ടായിട്ട് എന്താ കാര്യം? 8 കുട്ടികളും 16 കുട്ടികളൊക്കെ അറിവായി ഒക്കെ പറയാവുന്നതാണ്. ഇതേമാതിരി നമ്മൾ ഈ നാട്ടിൽ കുറെ എണ്ണത്തിനൊക്കെ 8, 7 ഉള്ളൂ. അപ്പൊ നമുക്കൊരു 16 കിട്ടിയപ്പോ നമ്മളിങ്ങനെ നമ്മൾ പോയി ചേരാൻ പോകാതെ പോലെ ഇങ്ങനെ നടക്കാം. അങ്ങനെ നമ്മളതൊന്ന് മര്യാദയ്ക്ക് നെക്കിയാൽ ഒക്കെ നല്ല കാരണം. കാരണം നിബിധങ്ങളുടെ അതുങ്ങളുടെ വാക്കി നമുക്ക് അത്ര വിശ്വാസം. പക്ഷെ അബൂബക്കറാണ് അങ്ങനല്ല. അബൂബക്കറിന് അള്ളാഹു റസൂൽ പറയുന്നെങ്കിൽ അത് സംഭവിച്ചാണ്. ഇത് സംശയം ബൽ കുടുങ്ങി. ആര് ഓലിയത്തെ ഇതുമെങ്കിലും ലോക്കാക്കാന്ന്. ആരെ? അബൂബക്കറിനെ നോക്കാം. കടുത്ത ഈമാനാണ്. അത് വന്നപ്പോഴാണ് നിബിധങ്ങളുടെ രാജ്യങ്ങൾ പറഞ്ഞത് അവ്വലുമൻ ആമന ബി അബൂബക്കർ വഅവ്വലുമൻ സദ്ദഖനി. അപ്പൊ അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖിട്ടത്. അല്ലാണ്ട് വാപ്പട്ട പേരല്ല. എന്ത് സിദ്ദീഖ്. അത്ര നിബിധങ്ങളുടെ രാജ്യങ്ങൾ ഉറച്ച വിശ്വസിക്കാനാണ്. ജീവിതം കൊണ്ട് മൊത്തം സമ്പത്ത് മൊത്തം ആർക്ക് കൊടുത്തു? അള്ളാഹുവിന്റെ റസൂൽ സാധനങ്ങൾക്കോ എല്ലാം കൊടുത്തു. തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക. അതാണ് പരിപാടി. എപ്പോഴാണ് പിരിഞ്ഞു നിന്നത്? നിബിധങ്ങളുടെ രാജ്യങ്ങൾ പറഞ്ഞു ഞാൻ ഹിജ്റ പോവേണ്ടി വരും എന്ന് പറഞ്ഞു. ഹിജ്റ പോവേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അബൂബക്കർ പറഞ്ഞു 2 ഒട്ടകത്തിനൊക്കെ വാങ്ങി സ്കൂളൊക്കെ കൊടുത്ത് ഉസാറാക്കി വെച്ചു. നിങ്ങൾ ആലോചിക്കണം. നിബിധങ്ങളുടെ രാജ്യങ്ങൾക്ക് ഒട്ടകം വാങ്ങുന്നത് നോക്കണമെന്നൊന്നും പറഞ്ഞില്ല. റൂം കൊടുക്കണ്ടേ? അങ്ങനെ നിബിധങ്ങളുടെ രാജ്യങ്ങൾ വീട് വളർന്നു. തങ്ങൾ അവിടുന്ന് മണ്ണൊക്കെ വാരി ഇറങ്ങി പുറത്തു വന്നു. അബൂബക്കർ വീട്ടിലെത്തി. അപ്പൊ പോലെ എങ്ങനെ ചോദിച്ചു പറഞ്ഞു തങ്ങൾക്ക് ഒട്ടകണ്ട്, എനിക്കൊരൊട്ടകണ്ട്. അപ്പൊ അതിന് മുമ്പ് റെഡി ആയി. അപ്പൊ നിബിധങ്ങളുടെ രാജ്യങ്ങൾ ചോദിച്ചു അബൂബക്കർ ഇതിനെന്താ വില എന്ന്. ഏതിന്? ഈ ഒട്ടകത്തിന്. അബൂബക്കർ എല്ലാവരും എന്തൊക്കെ അവസ്ഥ? അബൂബക്കർ തന്നെ ഞാൻ എൻ്റെ കുട്ടികളും എൻ്റെ മുഴുവനും ആർക്കുള്ളതാണ്? അള്ളാഹുവിന് അന്നാല് റസൂലുള്ളാഹിക്കുള്ളതാണ്. ഇതിന്റെ വില നല്ലല്ല. അത് അള്ളാഹുവിന്റെ മാർഗത്തിന്റെ യാത്ര തന്നെയാണ്. വില പറഞ്ഞ ഒറ്റയ്ക്ക് വിലക്കെ മദീന ഇതിനെ തരുള്ളൂ. നബിതങ്ങളുടെ ഫുള്ള് പൈസ ഒന്നുമില്ല. ഗൂഗിളിൽ അടിക്കാനുണ്ട്. മുതലല്ലേ ഒന്നുമില്ല. പൈസ എടുത്തില്ല. പൈസ ഇല്ല. മദീനുണ്ട്. അങ്ങനെ ഒട്ടകത്തിന്റെ മുകളിൽ പോകും. ഫുള്ള് പൈസ കൊണ്ടുപോയി. ഫുൾ പൈസ വീട്ടിൽ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ അലിയറിയാണ് അവിടെ കിടത്തിയത്. യുവമാരിങ്ങനെ കാത്തിക്കാതെ ഇപ്പൊ കണ്ട് ഇറങ്ങും. വാതിൽ കണ്ട് തുറന്നും. എല്ലാവരും കൂടെ കൂടി ചെന്നാക്കണം. ഒരാൾ വെട്ടിയെന്നുണ്ടാവില്ല. എല്ലാവരും കൂടി ചേർന്ന് വെട്ടുക. എന്നാൽ എല്ലാ കബീലക്കാരും എന്താവും? കുറ്റത്തിൽ പങ്കാളികളാവും. പെട്ടെന്ന് കുഴച്ചേക്ക് നമ്മളെ എല്ലാവരും കൂടെ നേരിടാൻ കഴിയില്ല. അതൊക്കെ ഈ പ്ലാനിങ്. അങ്ങനെ കാത്തിക്കറുപ്പിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആരിറങ്ങണ്? അലി റളിയല്ലാഹു അൻഹു. വളരെ കണ്ട മാത്രമേ അവർക്ക് മനസ്സിലായി ഇതിപ്പോ ആളിന് എവിടുന്നോ വിട്ടിന് എസ്കേപ്പ് ആയിന്. പിന്നെ അങ്ങനെ ഉണ്ടാവില്ല. ഇവിടുന്ന് വിട്ടാൽ ഏടെ ഉണ്ടാകുക ആർക്കറിയാം? ഇവർക്കറിയാം. നേരെ വിട്ടു. എവിടേക്ക്? അബൂബക്കർ വീട്ടിലേക്ക്. അപ്പൊ അസ്മാ റളിയല്ലാഹു അൻഹ അബൂബക്കറിന്റെ മോള് ആയിഷ റളിയല്ലാഹു താത്ത അവിടെ ഉണ്ട്. ഒരാളെ എന്തൊന്ന് അപ്പൊ അബൂജഹൽ അവരോട് ചോദിച്ചു. അവന്റെ വാപ്പയോട് ചോദിച്ചു. വാപ്പോട് ഇവിടെ ഇല്ലാണ്ട്. വാപ്പോട് ഇല്ലാണ്ട് എവിടുക്ക പോയത് അറിയില്ല എന്നാണ്. ഒരൊറ്റയാക്കി അടിച്ചു. അബൂജഹലിന്റെ അപ്പീലും കഴിയും മുഖത്ത് അവരെ കാതിലോ മറ്റെന്തോ ഉണ്ടായി. അതൊക്കെ തെറിച്ചു പോയി. എന്തിനാണ് ഈ അസ്മാരത്താണ് ഈ അടി കൊണ്ടത്? ഒരു ആചാരഭാവുമായ ഒരു മനുഷ്യന്റെ അടി. അബൂജഹൽ എന്ന് പറഞ്ഞാൽ ചെറിയ മനുഷ്യനൊന്നുമല്ല. സെറ്റപ്പ് ആടിയിൽ ദൃഢഗാത്രനായ അയാളൊരു അടി എന്തിനാണ് ഈ പെൺകുട്ടി കൊണ്ടത്? നിങ്ങൾ പറയും. ഒറ്റ കാലിച്ചേക്ക് അവരാരെ ഉപദ്രവിച്ചിട്ടില്ല. അവരൊന്നും ചെയ്തിട്ടില്ല. ഓരോ പെരയിലുള്ളത്. വേഗം വന്ന് പുറപ്പെടാൻ വേണ്ടി തർത്തീവായി.
കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ചാക്കിൽ സഞ്ചിയിലിട്ട് കെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ കയറ് കാണിക്കുക. വളരെ മാമൂലി ചെയ്താണ്, ചെറിയ സാധനങ്ങൾ കയറ് കാണിക്കുക. പക്ഷെ ചില സംഗതിയുണ്ട്, ചെറുതാണെങ്കിലും തെരഞ്ഞാൽ ധൃതി കൂട്ടി തരികയാണ് തീരെ കാണുക. അപ്പം ഒരു തിരക്കൂട്ടിന്റെ ഈ വലിപ്പം ഇങ്ങോട്ട് എത്തുന്ന ആർക്കറിയാം? നബിതങ്ങൾക്ക് അറിയാം. അവിടെ അലിയിലെന്ന് കണ്ടാൽ പിന്നെ വരുന്ന പെടുക്കായിരിക്കും. അപ്പൊ ഇതിന് ഇവിടുന്ന് എന്ത് ചെയ്യണം? വിടുന്നത് ചെറുക്കിൽ കയറിന് തിരക്കൂട്ടി അപ്പം കയറില്ല. അസ്മാ റളിയല്ലാഹു അൻഹ ധരിച്ച വസ്ത്രത്തിന്റെ ഒരു കീറ് അതത് കീറിച്ചെടുത്ത് കൊടുത്തു. അതുകൊണ്ട് കെട്ടി. നബിതങ്ങൾ ഭയങ്കര സന്തോഷമായി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറഞ്ഞു, അസ്മാ, സ്വർഗവാസിനികളായ സ്ത്രീകൾക്ക് ഒരു അരപ്പട്ടുണ്ടാവും സ്വർഗത്തിൽ, നല്ല ഭംഗിയുള്ള അരപ്പട്ട. പക്ഷേ അസ്മാ, നിനക്ക് അല്ലാഹു നാളെ 2 അരപ്പട്ട തരും. രണ്ട് അരപ്പട്ടുള്ള പെണ്ണ്. അവ സ്വർഗത്തിലെത്തിയാൽ 2 അരപ്പട്ടുള്ള ആളെ കണ്ടാൽ ആരാണ് പറയുകയി? അസ്മാ റളിയല്ലാഹു അൻഹ, അബൂബക്കറിന്റെ മോളാണ്. അപ്പം തന്നെ കൊടുത്തേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ അടി. ഈ സ്വർഗത്തിൽ പോണെങ്കിൽ എന്ത് വേണം? ഇതര കുറച്ച് സ്റ്റോക്ക് വേണം. അല്ലാണ്ട് വെറും സമൂസ ഉന്നക്കായി മാത്രമായാലും എന്താവൂല. അത് കഴിഞ്ഞ് പോയി. അസ്മാ റളിയല്ലാഹു അൻഹ പറയണ അബൂബക്കർ അപ്പൊ അവിടെ ഉണ്ട്. അബൂബക്കർ പറഞ്ഞാരാ? വലിയ അബൂബക്കറിന്റെ വാപ്പ. മൂപ്പരപ്പ മുസ്ലിമായിട്ടില്ല. മൂപ്പര് മക്ക ഫതഹിന്റെ മുസ്ലിമായത്. ഇത്ര ക്വാളിറ്റിയുള്ള അഖ്ലാഖുള്ള മോൻ വരെ ഉണ്ടായിട്ട് ബാപ്പനെ കൊണ്ടുവരാൻ കഴിയില്ല. അറിവായി അബൂബക്കർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. അങ്ങനെ പലരും കൊണ്ടുവന്നു. പക്ഷെ ആരെ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ചില ആൾക്കാർ പറയും, ആദ്യം എന്റെ വാപ്പനെ നന്നാക്കിയിട്ട് ബാക്കിയുള്ളവരെ വാപ്പാരോട് പറയും, എന്താ മോൻ ആദ്യം നന്നാക്കി എന്നിട്ട് മതി. ഇസ്ലാമിൽ അങ്ങനത്തെ പരിപാടിയില്ല. ആര് നന്നായിട്ട് ഓരോ പരിപാടി നമ്മളെടുക്കാനുള്ള പണി എനിക്ക് മനസ്സിലുണ്ടായി. എല്ലാവരും പറയാം അബൂബക്കർ ജീവിതത്തിന് എന്റെ വാപ്പമായി വാപ്പന്റെ കാര്യമൊക്കെ വേറെ കാര്യം. അബൂ ഖുഹാഫ എന്ത് ചെയ്ത് പറഞ്ഞാല് ഇത്ര കാലത്തിന്റെ അനുഭവം കൊണ്ട് അബൂ ഖുഹാഫക്ക് മനസ്സിലായി, അബൂബക്കറിന്റെ വാപ്പക്ക് മനസ്സിലായി. ഇപ്പൊ മുഹമ്മദിന്റെ കൂടെ പോയതാണ്. ഫുള്ള് പൈസയും കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ മക്കൾ നിൽക്കണ്ടേ? മക്കളൊക്കെ ഇവിടെ അല്ല ഉള്ളത്. അതുകൊണ്ട് അസ്മാ റളിയല്ലാഹു അൻഹ പറയും, മുഴുവൻ കൊണ്ടുപോയിട്ടുണ്ടോ അവന്റെ വാപ്പാന്നൊക്കെ പറഞ്ഞു. അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞങ്ങൾ വേഗം ഓടി മുറ്റത്തേക്ക്, എന്നിട്ട് ദിർഹമിന് സമാനമായ കല്ലുകൾ പെറുക്കിയിട്ട് വാപ്പ വെക്കുന്ന ഒരു പൊത്തുണ്ട്, അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അതിന്റെ മുകളിൽ തുണിക്ക്, എന്നിട്ട് കാഴ്ചക്കുറവുണ്ടായിരുന്ന ആളെ നമുക്ക് വാപ്പ വെള്ളിപ്പന കൊണ്ടുവന്ന് ഇപ്പൊ എവിടെയാണ് പൈസ വെക്കാറുള്ളത് എന്ന് പറഞ്ഞു. എന്നാൽ ആ പൊത്തിലാണ് കൊണ്ടുപോയി കയ്യൊക്കെ വെച്ചുകൊണ്ട് മൂപ്പരിങ്ങനെ അതിന്റെ മുകളിലൂടെ ഇങ്ങനെ തറവി വെക്കുമ്പോൾ എന്തിട്ട് കുറെ ദിർഹമുകളുണ്ട്. അപ്പൊ പറഞ്ഞു, എന്ത് മഞ്ഞ് കുഴപ്പമില്ല, ചെലവിനുള്ള പൈസ കൂടെ ചെയ്യുന്നല്ലോ. അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നത്, അല്ലാഹു ആണ് സത്യം, ഞങ്ങളെ വീട്ടിലൊന്നും ഒരു ദിർഹമും കൂടി ഇല്ലായിരുന്നു. ദിർഹം ഇല്ലാന്നുള്ള കാര്യം ആരെ അറിയിക്കണ്ടേ? ശരിക്കും ഇപ്പാനെ അറിയിക്കണ്ടേ? ചെലവർത്തന്റെയും കാര്യങ്ങളൊക്കെ ഇപ്പല്ലേ അവരെ പറ്റിച്ചു. ഓർക്ക് പറഞ്ഞു, വാപ്പയ്ക്ക് എന്റെ പേരിൽ എന്ത് വേണ്ട, ഒരടങ്ങേറും ദുഷ്പേരൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. അള്ളാണ് സത്യം, ഞങ്ങളെ വീട്ടിൽ അന്ന് ഒരു ദിർഹം കൂടിയില്ലായിരുന്നു. മനസ്സിലുണ്ട്? ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ വേണ്ടി ആയിട്ടില്ല. അവതിന് മുമ്പ് നെതിർദാനങ്ങൾ പോവാണ്, ഒറ്റക്കാണ് പോകുന്നത്. അല്ല, നിന്നും കൂട്ടാൻ പറഞ്ഞാണ്. വളരെ സന്തോഷമായി. ഇവരുടെ യാത്രയിൽ പറയുന്നുണ്ട്, കുറച്ച് മുന്നിൽ നടക്കും, അപ്പൊ തന്നെ ബാക്കിൽ പോയി, കുറച്ച് വലത്തേക്ക് ഇടത്തേക്ക് ഇങ്ങനെ മാറി മാറി കളിക്കുക. ആര് നിർദ്ദാനം എന്താ പോകരെ ഇങ്ങനെ കളിക്കുന്നത്? അപ്പൊ ഞാൻ മുന്നിൽ നടക്കുമ്പോൾ വിചാരിക്കും ബാക്കിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ബാക്കിൽ വരുന്നതാണ്. സ്വന്തം എന്തെങ്കിലും ആയി പോകുമെന്ന് ആരും ചിന്തിക്കില്ല. അവഗണന ചിന്തിക്കുന്നില്ല. നിബിധനതാരനെ കണ്ടെങ്കിൽ പറ്റും. ആ മലന്റെ ഉള്ളിൽ ഒരു നുബൂവത്തിനെ മടിയിലേറ്റിയ ആളാണ് ആര്? അബൂബക്കർ. നിബിധനതാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നുബൂവത്താണ്. ആ നുബൂവത്തിന്റെ തല മടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഉണർത്താതെ ഉറങ്ങാൻ അനുവദിച്ചു. ശത്രുക്കളെ കാൽപാദം കാണുന്നുണ്ട്. അപ്പോൾ പേടിയുണ്ട്. അബൂബക്കറിന്റെ പേടി ഉണ്ടപ്പോഴാണ് നിബിധനതാരങ്ങൾ
പറഞ്ഞത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അബൂബക്കർ പേടിക്കണ്ട, അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. മാ വന്നുക യാ അബൂബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. രണ്ടാളെ പറ്റി എന്താ വിചാരിക്കണം അബൂബക്കറെ? മൂന്നാമതായി ആരുണ്ട്? അല്ലാഹു. അല്ലാഹു തആല പറഞ്ഞു ഇദ് ഖാല ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ഖുർആനിൽ അല്ലാഹു പറയുന്നത് ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനോട് പറയാൻ ഇനി പേടിക്കേണ്ട, ആര് കൂടെ ഉണ്ട്? ആരെ പറ്റി ഈ പറഞ്ഞേ? ഖുർആനിൽ ഇങ്ങനെ ഊതി നമ്മൾ ഈ അബൂബക്കർ നിർദ്ദങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അബൂബക്കർ ആരാണ്? ജീവിതത്തിൽ അത്ര സൂക്ഷ്മത പുലർത്തി. മകളെ കെട്ടിച്ചെടുത്തു. പ്രശ്നം ഉണ്ടായി. നിബിധന ശാസ്ത്രങ്ങളോട് എന്തൊക്കെ ഭാര്യല്ലേ, ഭാര്യമാർ ഏത് പോലീസുകാരനാണെങ്കിലും ഐജിന്റെ പെണ്ണുങ്ങൾ ചൂടാവും. ആരോട് വൈ? ഐജിനോട് ചൂടാവും, ആഭ്യന്തരമന്ത്രിനോട് ചൂടാവും. ആര് വൈ വരാ? ഞാനും കൂടെ ആഭ്യന്തരമന്ത്രിയാണ് ഐജിനെപ്പോഴും വിളിച്ചു, നമ്മളാട്ടും വിളിച്ചൂടെ? നമ്മളാ ഐജിന്നൊക്കെ പറയും പെരും ചിന്തിക്കും ആണല്ലേ? അതൊക്കെ ഉണ്ടാവും. നിബിധന ശാസനങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ എന്തോ പറഞ്ഞു. അബൂബക്കറുള്ളപ്പം അതില് അബൂബക്കറുള്ളാൻ അടിക്കാൻ പോയി. ആരെ വഴി? നിബിധന ശാസനങ്ങളായി ഉണ്ടായ നമ്മളാരടിക്കല് പറയും. മോളെ പുതിയാപ്പിളിന്റെ മോളുണ്ട്, മോളെന്താ തുള്ളത് പറഞ്ഞപ്പോ ഇപ്പം ചൂടാവും. ആരടിക്കല് നമ്മളെപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയത് പുതിയാപ്പിളോണ്ടാണ്. നമ്മുടെ നേരെ തിരിച്ച അബൂബക്കർ അടിക്കാൻ പോയി. അവൻ ദുരന്തം സംഭവിച്ചില്ല, ബ്ലോക്ക്. പിന്നെ ഇടക്കിടക്ക് ആയിഷ റളിയല്ലാഹു വലിയ എന്തൊക്കെ അടിക്കുമ്പോൾ പറയും അന്ന് വാപ്പനോട് കിട്ടിയാണ് ഞാൻ ഡൈറ്റാണെന്ന്. ഇതിലെ അത് കേൾക്കുന്ന ഡങ്ങറ് അന്ന് അടി കിട്ടണ്ടേ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു സുഖമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പ്രശ്നം തന്നെ നബിദിന ധാരണകൾ എന്താക്കാൻ പാടില്ല, ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മോളടിക്കാൻ പോണേ. ഉമർ റളിയല്ലാഹു അഫ്സർ തന്നെ അങ്ങനെ ചെയ്തത്. എന്താ വിചാരിച്ചത്? അള്ളാന്റെ റസൂലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ചെയ്ത ആരെ? കാരണം ഓർക്ക് ഓരോ മക്കളൊക്കെ വെച്ചിട്ട് ആരോടാണ് അള്ളാന്റെ റസൂൽ ചാർത്തുന്നത്. മകളെ കെട്ടിച്ചെടുത്തു, സമ്പത്ത് മൊത്തം ചെലവാക്കി. നിബിധന ശാസനങ്ങളെ വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ തങ്ങൾക്ക് ഭയങ്കര ശാരീരിക അസ്വസ്ഥത, ഭയങ്കര പനി, തങ്ങൾക്ക് മര്യാദയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിബിധന ശാസനങ്ങൾ നിസ്കാരത്തിന് വേണ്ടി മസ്ജിദ് നബവിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. രണ്ടാളെ തോളിൽ കഴിച്ചിട്ട് അതിലും അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തോളിൽ കഴിച്ചിട്ട് നിബിധന ശാസനങ്ങൾ പള്ളിക്ക് വരികയാണെങ്കിൽ തങ്ങളെ കാൽപാദം എന്ത് ചെയ്യുന്നുണ്ട്? ആ മണ്ണിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എവിടുക്ക വരുന്നേ? നിബിധന ശാസനങ്ങൾ വീടുകൾ കണ്ടില്ലേ? കണ്ടണം? കണ്ടില്ല? എന്താണെങ്കിൽ കണ്ടണം? ഇപ്പൊ കവറുള്ളത് തന്നെയാണ്. എന്ത് നബി എവിടെയാണോ മരിച്ചത് അവിടെയാണ് കവറടക്കുക. നീക്കാൻ പാടില്ല, കൊണ്ടാൻ പാടില്ല. കാരണം അവിടെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് കവറടക്കിയത്. അവിടുന്ന് ഇങ്ങോട്ട് വരാൻ എത്ര ദൂരമാണ്? ഇന്നത്തെ മാതിരി വലിയ കെട്ടും അതിൽ കെട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. പള്ളിക്ക് ഇറങ്ങാൻ എത്ര ദൂരമുണ്ട്? അവിടെ നിസ്കരിച്ചാലും പള്ളി നിസ്കരിച്ചമായി തോന്നൂല വഴി അത്ര ചേർന്നിട്ടല്ലല്ലോ. ചില നിബിധങ്ങൾ ഇവർ പുറത്തിറങ്ങി വന്നു പള്ളിയിലാണ് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ. ആർക്ക് വഴി? ഉമ്മത്തിന്. നമ്മൾ ഷെയ്ക്ക് കൂടുന്നതിനനുസരിച്ച് ദർജ കൂടിയ ഷെയ്ക്കാണെങ്കിൽ ജുമാക്ക് കൂടി എന്ത് ചെയ്യും വഴി? പള്ളിക്ക് വരില്ല. ഒരാൾ ഷെയ്ഖാണ് അല്ലെങ്കിൽ അയാൾ എന്തായാലും അതാണെന്ന് പറയണമെങ്കിൽ എന്താവണം? പുറത്തിറങ്ങരുത്. അയാളെ കണ്ട ആരും ഒരാൾക്ക് ഇപ്പോൾ ഒരു ഷെയ്ഖാവണം, ഒരു വലിയ ആവണം എന്നൊക്കെ തോന്നിയാൽ ഇന്നടാൻ പറ്റില്ല. അയാള് നാളെ ഇവിടുന്ന് പോകണം. എവിടെയെങ്കിലും രാജസ്ഥാനിക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിക്കോ എവിടെയെങ്കിലുമൊക്കെ പോകണം. പിന്നെ ഒരു 3 കൊല്ലമൊക്കെ അവിടെ എന്ത് ചെയ്യണം? അവിടെ അങ്ങനെ നടക്കണം. അവിടെ എന്ത് ചെയ്തൊന്നും പ്രശ്നമില്ല. എന്നിട്ട് ഒരു നല്ല മട്ടുള്ള ദിവസം കിട്ടെടുത്തില്ല. ഒരു 15 മുതലും പിന്നെ ഒരു നല്ല പച്ച പട്ടികൾ ഉള്ളി ഒരു മന്തപ്പന്റെ മരി
ഞാൻ വെട്ടാത്ത ഇത് കഴിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വരിക. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ഒറ്റ ഒളിച്ചിട്ട് പുറത്തിറങ്ങില്ല. പള്ളി പോയി നിസ്കരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 4 ദിവസം കഴിഞ്ഞാൽ എന്താവും? അവ 2 കൊല്ലം 3 കൊല്ലം ഗ്യാപ്പ് എന്തിനാണ് പറഞ്ഞാൽ എവിടെ പോയി എന്തോ ആവാഹിച്ച് ഒന്നാണ് നിസ്കരിച്ചതിന്റെ അറിവായി. നിസ്കരിച്ചതിന്റെ ആവശ്യമില്ല. അത് അയാൾ നിസ്കരിച്ചാണ്, അയാൾ ഔലിയപ്പോക്കാണ്. അയാൾ മക്കത്തെ നിസ്കരിച്ചില്ല. എവിടെ മക്കത്ത് അയാളെ മക്കത്ത് നിസ്കരിച്ച് കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ ചിലർക്ക് അത്ര തടി ഉണ്ട്, അത്ര ശരീരമുണ്ട്, ഇവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ ഒരേ സമയത്ത് തന്നെ മക്കത്ത് നിസ്കരിച്ചത്. എന്നിട്ട് അവർ നാട്ടിൽ വളർന്ന കുട്ടികളുടെ നാട്ടിൽ ഇതേമാതിരി ഒരാളുണ്ടായിരുന്നു, മക്കത്തായാലും നിസ്കരിച്ചത്. എന്ത് പറഞ്ഞാലും അതിൻ്റെ ആൾക്കാർ മക്കത്തെ നിസ്കരിച്ചത്. അങ്ങനെ മൂപ്പര് ദിവസം പള്ളിയിൽ ഇങ്ങനെ വന്ന് വിചാരിച്ച് നിസ്കരിച്ചാൻ വരുന്നത് ബാത്റൂം പോകാൻ വരിക പള്ളിക്ക്. കുട്ടികളവിടെ കുടിച്ചിട്ടു. കുട്ടികൾ 10-12,000 ബാത്റൂമുള്ള ആ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് അവിടെ തന്നെ പോയാൽ മതി. ഇവിടെ ഉണ്ടാകും. എവിടെ വരി മക്കത്ത് ഏതാ നിസ്കരിച്ചാൻ പോയില്ല. അവിടെ എത്ര ബാത്റൂം ഉണ്ട്? ആ ബാത്റൂം കൂടെ വേണം. നിസ്കാരയുടെ ബാത്റൂം വരും. ഔലിന്റെ ദർജ കൂടുതൽ പള്ളിക്ക് വരാനുള്ള പള്ളി വരും. നിബിധനദാസങ്ങൾ ഏറ്റവും വലിയ ആൾ ഈ ഉമ്മത്തല്ല ലോകത്തിൽ നിബിധനദാസങ്ങളെ കവർ ചെയ്യാൻ പറ്റിയ ഒരു നബിയുമില്ല, ഒരു നബി പോലും ഇല്ല. ആ നിബിധനദാസകൾ തങ്ങളിൽ 2 ആൾക്കാരുടെ ചുമലിൽ കൈവച്ചിട്ട് എവിടേക്ക് വരിക? നിങ്ങൾ പള്ളിയിലേക്ക് വരിക. നിങ്ങൾ ആലോചിക്കും. എന്നിട്ട് നിബിധനദാസങ്ങൾ വരുമ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ നിന്റെ ഉപ്പനോട് നിസ്കരിക്കാൻ പറയുന്നതാണ്, ഇമാമിക്കാൻ പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിങ്ങൾ ആലോചിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ വലിയ അംഗീകാരം കിട്ടി. ഇനി അടുത്ത നബിന്റെ ആളാരാണ്? എന്റെ വാപ്പാവും. അപ്പൊ ഞങ്ങൾക്ക് നല്ല എന്താക്കാം ബലസാൻ എന്താ അവസ്ഥ പറയല് രാജാക്കന്മാർ താമസിക്കുന്നത് അതിന് ഓർക്കല്ല ഉണ്ടാകുക. പ്രധാനമന്ത്രി ഭവനുണ്ട്, അതൊക്കെ ജോലിക്കല്ല ഉണ്ടാകുക. അവൻ വെൽത്ത എന്നൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ വാക്കിനോട് അതിന് കഴിയില്ല. ആര് പറയാണ്? അബൂബക്കർ റളിയല്ലാഹു പറയല്ല, ആയിഷ റളിയല്ലാഹു അൻഹ പറയണേ എന്റെ വാക്കിനോട് അത് കഴിയില്ല, എന്റെ വാക്കും ബലഹീനനാണ്. ബലഹീനൻ ഈ ഭയങ്കര മൃദുലത ഉള്ള ആളാണ്, സ്ട്രോങ്ങിലൊന്നും ഒരു നിലപാടൊന്നും എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഉപ്പാനങ്ങൾ ഒഴിവാക്കിയാടി എന്നത് പറഞ്ഞു. 2-3 പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഉപ്പാൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ് നല്ലത്. ആര് പറയണത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയണം. നിബന്ധന സാധനങ്ങൾ പോകുന്നു, പുറത്തു വന്ന് നിബന്ധന സാധനങ്ങൾ നിസ്കാരം തുടങ്ങാൻ വേണ്ടി അങ്ങനെ. അപ്പം ഇവിടെ കറക്റ്റ് ക്വസ്റ്റ്യനിലാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു നമ്മളേക്ക് ദർജ കൂടിയാൽ പിന്നെ 1ാമത്തെ ദിവസം നിൽക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയുണ്ട്. എന്തെങ്കിലുമൊക്കെ മൂലമൊക്കെ നിസ്കരിച്ച് വേഗം പോയാൽ മതി. ദർജ കൂടിയല്ല, ആൾക്കാരെ കൂടെ ഇടപഴകാൻ പാടില്ല. വേറെ നിലവിൽ മുന്നിലുണ്ടോ ഫസ്റ്റുള്ള ആള് ഉമർ. അപ്പൊ ആരോ ഉണ്ട് ഇവർക്ക് കാണിച്ചു. ഉമറല്ല ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നിൽ ഇമാമുൽ അംബിയ നിസ്കരിച്ചു. ഒരു നബിക്ക് ഒരു ഉമ്മത്തി ഇമാമുക്ക് പറഞ്ഞാൽ ആലോചിക്കും, അതിന്റെ ഒരു യോഗ്യത ആലോചിക്കും. അത് ഏത് നബിക്ക്? ഇമാമുൽ അംബിയാണ്. മുഴുവൻ നബിമാർക്കും ഇമാം എന്ന ആളാണ് ആര്? റസൂലുള്ളാഹി. മസ്ജിദുൽ അഖ്സയ്ക്ക് അതിനാണ് കൊണ്ടായത്. അല്ലാണ്ട് റൂട്ട് അതിലൂടെ ഇനി എടുത്ത് സിദ്റത്തുൽ മുൻതഹയ്ക്കൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകണം. നമ്മളെ എയർലൈൻ ഖുതൂത്തുൽ ജബ്ബിയ്യ അങ്ങനെയാണ്. അങ്ങനെ മക്കത്ത് നേരെ പന്തിയാലുണ്ടാവില്ല. അല്ല, ആ കൊണ്ടായത് അതിനാണ്. അവിടെ എല്ലാ നബിമാരും വന്നു. നിബിധന ശാസനങ്ങൾ ആദരിക്കൽ എന്ന പോലെ അവർക്ക് എല്ലാവർക്കും ഇമാമത്ത് ആര്? നിബിധന ശാസനം. തങ്ങൾ വെല്ലിപ്പ ഇബ്രാഹിം അലൈഹിസ്സലാമുണ്ട്, അവൻ ആരവേക്കിൽ. അങ്ങനെ നബിമാർക്ക് ഇമാമം നിന്ന ആളാണ് ആര്? റസൂലുള്ളാഹിക്ക് ഇമാമക്കാണ് ആര്? അബൂബക്കർ. ഞാൻ അബൂബക്കർ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞത്, അബൂബക്കർ കാണാൻ നിങ്ങൾക്ക് പൂതിയില്ലെങ്കിൽ നിങ്ങൾ ഏതോ ചെങ്ങന്മാരാണ്.
അവിടെ തേൻ്റെ നദി ഉണ്ടാവും, ഈ ദാഹം അവിടെ ഊർലിംഗം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ പറയില്ല, ഞാൻ പർവ്വതത്തിലെത്തിയ ഒന്നിനെ കുറിച്ച് അയാൾ പോയാലാണ് എന്തിനാ ജീവിക്കണം എന്ന് ഞാൻ അറിയാഞ്ഞിട്ടാണ്. അബൂബക്കർ റളിയല്ലാഹു കാണാത്ത എന്ത് സ്വർഗം വഴി, എന്ത് സ്വർഗം. ഒരു നബിക്ക് ഇമാമെന്നാണ്. ജീവിതാണെങ്കിലോ അത്ര ലളിതം, അത്ര ലളിതം. നിബിധങ്ങൾ സാധനങ്ങൾ വഫാത്തായപ്പോ എല്ലാവരും മുടുത്തം മുട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു വാളെ പോയിട്ട് പറയേണ്ടത്, ആരെങ്കിലും മുഹമ്മദ് സാഹസങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ കാഴ്ച ഞാൻ എടുക്കുന്നു. നമ്മളതായി വെറുതെ പറയുന്നില്ല, ഇവരെന്ത് ചെയ്യും, എടുക്കും. ഉസ്മാൻ റളിയല്ലാഹു തലൊക്കെ താത്തി അവിടെ ഇരിക്കുന്നുണ്ട്, അതേപോലെ മുണ്ടാട്ടില്ലാതെ ഇരിക്കുന്നുണ്ട്. വിളക്കിന് അതിന്റെ എന്ത് ഫുള്ള് ആവേശം, ഫുള്ള് കൊണ്ടെടുക്കേണ്ട ആൾക്കാർ വെറുതെ താഴ്ന്നു. അലിയൊന്നും മുണ്ടുകേ ഇല്ല. അത് അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ അവാലിന്റെ ഭാഗത്ത്, മദീനയിലെ അവാലി എന്നൊരു പ്രദേശമുണ്ട്, അവിടെ അബൂബക്കർ റളിയല്ലാഹു പോയതാണ്. എന്തൊരു അത്യാവശ്യം. അപ്പോഴാണ് വിവരം വേഗം വന്നു. ഇവിടുത്തെ അവസ്ഥ തന്നെ. ഉമർ റളിയല്ലാഹു പുറത്തം വിട്ടിട്ട് ഫുള്ള് ഡയലോഗ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ, ആരെങ്കിലും നിബിധങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ തലയെടുക്കും. മൂസാ നബി അള്ളാഹിനോട് സംസാരിക്കാൻ പോയ ടൂറിസ്റ്റിലേക്ക് പോയ മാതിരി നിബിധങ്ങൾ സാധനങ്ങൾ. കാരണം ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇനി ഞങ്ങൾക്കൊരു നബി ഇല്ലാതെ എങ്ങനെ നിൽക്കും? അത്ര സ്നേഹത്തിന്റെ പേരിൽ സ്നേഹം പുറത്തുവിട്ടതാണ്. ആ സമയത്താണ് അബൂബക്കർ തന്നെ നേരെ വരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവേണ്ടതായിരിക്കാം, ഇത് എപ്പോഴും കൂടെ ഉള്ള ആളാണ്. അബൂബക്കർ നേരെ വരുന്നു, ആ തുണി ഇങ്ങനെ നീക്കി, എന്നിട്ട് നിർദ്ദംഗ ശാസ്ത്രങ്ങൾ നെറ്റിത്തരത്തിൽ ഒരു മുത്തം കൊടുത്തു. എന്നിട്ട് മൂടിയിട്ട് നേരെ അവിടെ വന്ന് വാതിലെടുത്തു. എന്നിട്ട് ഹംദു സലാത്തിൽ ചൊല്ലിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബിക്കും. പിന്നെ വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലം യദുറല്ലാഹ ശൈഅൻ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അല്ലാതെ വേറൊന്നുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഇതിനു മുമ്പ് പ്രവാചകന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഇൻഖലബ്തും, കൊല്ലപ്പെടുകയോ ഷഹീദാക്കപ്പെടുകയോ മരിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങളും മറിഞ്ഞു പോകണോ എന്നുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്ത്. എന്നിട്ട് പറഞ്ഞു, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്നഹു ഖദ് മാത വമൻ കാന യഅ്ബുദു അല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും മുഹമ്മദ് സാഹസങ്ങൾ ആരാധിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് നബി സാഹസങ്ങൾ മരിച്ചിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നു, അള്ളാഹു ഇപ്പോഴും എന്താണ്, ഹയ്യുൻ, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, ലാ യമൂത്, ഒരിക്കലും മരിക്കാത്തവനാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ആയത്ത് കേട്ടപ്പോഴാണ് ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്നത് ഇന്നോ എന്ന് എനിക്ക് ഓർമ്മയുണ്ടായി. ആ സദസ്സിനെ അത് നിശ്ചലമായി. സത്യത്തിൽ വേഗം കഴിഞ്ഞു പോകേണ്ട ആളാരാണ്? നമ്മൾ മനസ്സിലാക്കിയത് ഇല്ല. അബൂബക്കർ റളിയല്ലാഹു പൂർണ്ണമായ ഈമാനുള്ള ആളാണ്. സ്ഥിരതസ്ഥത, അത് അതിന്റെ സമയത്ത് കറക്റ്റ് അതമ്മിലത് നിന്നു. പിന്നെ സംഘങ്ങളയച്ചു. അബൂബക്കറിന്റെ ഖിലാഫത്ത് ഒരു ഭയങ്കര സംഭവമാണ്. 2 വർഷം 3 മാസമേ ഉള്ളൂ സംഗതി. പക്ഷെ ഭയങ്കര സംഭവമാണ്. ആ പഴയ ട്രാക്കിലേക്ക് മൊത്തം ഉമ്മത്തിനോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒലഞ്ഞ വണ്ടിനെ എന്താക്കി, അത് നേരാക്കി അതിനെ ട്രാക്കിലേക്ക് അത് കൊണ്ടുവന്നു. മൊത്തം ഉസാമ റളിയല്ലാഹു അൻഹു ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹു 18 വയസ്സായ ചെറുപ്പക്കാരനാണ്. അതിന്റെ ആ അമീർ, അതിലെ മൗമൂർ ആരാണ്, സാധ്യതാരാണ്? ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു. മനസ്സിലായി? അജല്ലു സഹാബാക്കളുടെ അമീറായി ജീവിച്ച കുട്ടിയെ. അപ്പൊ അത് തിരിച്ചു വന്നു. ഉസാമ റളിയല്ലാഹു അൻഹു ജമാഅത്ത് തിരിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോൾ അബൂബക്കർ ആദ്യം ചെയ്ത പണി തരാം, ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഖലീഫ ഏൽപ്പിച്ചതോടു കൂടി അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഉസാമത്തിന് ചെയ്തത് ജമാഅത്ത് ഇവിടുന്ന് വേഗം പോകണം. അള്ളാന്റെ റസൂൽ അയച്ച ജമാഅത്താണ്, അതിനോട് കുറിച്ചൊക്കെ എനിക്ക് മൂക്ക് കീപ്പട്ടായി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ടോ. അങ്ങനത്തെ മുഴുവൻ മനുഷ്യന്മാരും പറഞ്ഞ അബൂബക്കർ ഈ സമയം അങ്ങനെ അയക്കാൻ പറ്റിയ സമയത്ത് നിങ്ങൾ അയക്കല്ലേ.
അബൂബക്കർ സംഘങ്ങളായി മദീന ഇങ്ങനെ കാര്യാക്കി കൊടുക്കുക. ആൾക്കാരിങ്ങനെ പറയും ഉമ്മാത്തുൽ മുഅ്മിനീങ്ങൾ ഉള്ളതാണ് ഇവിടെ നിന്റെ മേൽ കടന്നാക്രമണം നടന്നാല് ആകെവരൊക്കെ ഷഹീദായി പോകുന്നൊക്കെ പറയുന്നു. അതിന് അബൂബക്കർ പറഞ്ഞ മറുപടി, ഇവിടെ മദീനയിൽ ആരും ഇല്ലാതായി, എന്നിട്ട് ഇതിന്റെ മേലിൽ സംഘം കടന്നാക്രമണം നടത്തി, ഉമ്മത്തുൽ മുഅ്മിനീങ്ങളെ കൊല്ലപ്പെട്ടു, ഷഹീദാക്കപ്പെട്ടു, എന്നിട്ട് അവരുടെ ജനാദകൾ അടക്കാൻ ആളില്ലാതായി, എന്നിട്ട് ഏജന്തുക്കളോ പക്ഷികളൊക്കെ അവരെ കൊത്തി തിന്നാലും ശരി അബൂബക്കർ ജമാഅത്തിന് അയക്കാതിരിക്കൂല. ആ ദൃഢനിശ്ചയാണ്. മദീനയിൽ ജമാഅത്തുകൾ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോവാൻ. മദീനന്റെ മേല് മുസൈലിമത്തുൽ കസ്സാബ് എന്ന് പറഞ്ഞ കള്ളനബിയാണ്. നമ്മൾ വിചാരിക്കും ഏതൊരു പൊടനാണ്. അല്ലല്ല, വലിയ വൻ ജനാവലുണ്ടായിട്ടുണ്ട്. ആരെ കൂടെ? മുസൈലിമത്തുൽ കസ്സാബിന്റെ കൂട്ടത്തില് വേറെ കള്ളപ്രവാചകന്മാര് ഫുള്ള് കലുഷിതമായ ഒരു അന്തരീക്ഷം. അബൂബക്കർ സ്ഥൈര്യത്തോടെ നിന്നു. ഓരോ സംഘത്തിലും സക്കാത്ത് നിഷേധികളായ കുറച്ച് ആൾക്കാർ വേറെ ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനൊക്കെ വന്നു. എല്ലായിടത്തും ജമാഅത്തുകൾ ഇങ്ങനെ പോണ് കണ്ടപ്പം മദീനയെ ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത സംഘങ്ങൾ പറഞ്ഞു, ഇത്ര കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് വിടണമെങ്കിൽ ഓരോ ഉള്ളിലെ ഫോഴ്സ് എത്ര സ്ട്രോങ് ആയിരിക്കും. അവിടെ വെറുതെ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ടാണ്. സംഗതി ആകെയുള്ളതാണ് എന്ത് ചെയ്തത്, നമ്മളെ തിരിച്ചു കൊണ്ടുവന്നു ട്രാക്കിംഗ്. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ജീവിതം എത്ര ലളിതയുമാണ്. പറഞ്ഞാൽ വളരെ ചെറിയ ചെലവിൽ ഇങ്ങനെ ജീവിച്ചു പോയി. പൈസ ഇല്ലെങ്കിലല്ല, ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല, ജീവിത ആഹ്റത്തിലാണെന്ന് മനസ്സിലാക്കി ഇവിടെ കഴിഞ്ഞു കിടക്കാനുള്ള സംവിധാനമില്ല. അങ്ങനെ അമീറിൽ നിന്നായിട്ട് നിൽക്കുമ്പോൾ ബൈത്തുൽ മാലും ഖജനാവും ഒക്കെ ആരെയിലുള്ളത്? അബൂബക്കറിന്റെ കയ്യിലുള്ളത്. അബൂബക്കർ പറയുന്നതിലാണ് കാര്യങ്ങൾ നടക്കുക. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ ഭാര്യ അവർ പറഞ്ഞു, എനിക്കൊരു മധുരം തിന്നാൻ കൂടിയുണ്ട്. സ്വാഭാവികമാണ്, സ്ത്രീകൾക്ക് കുറേ സമയം ഇങ്ങനെ ചോറും മീനും ചോറും പച്ചക്കറിയും ചോറും ഇറച്ചും എന്നൊക്കെ പറയുമ്പോൾ പിന്നെന്ത് വരും? അവർക്ക് എന്തെങ്കിലും ഒരു മധുരമൊക്കെ വേണ്ടി വരും. ഒരു കുനാഫ, ഒരു സൈലാബ്, എന്തെങ്കിലുമൊക്കെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. മനസ്സിലായില്ലേ? ഇതൊരു ഐസ്ക്രീം, ഒരു വലൂത എന്നൊക്കെ പറയും. അതിനൊന്ന് കച്ചറ ഉണ്ടാക്കേണ്ട പറയും. അല്ലാത്ത തന്നെ അത്യാവശ്യം ഉണ്ടല്ലോ എന്ത് കച്ചറ ഉണ്ടാക്കാൻ. അപ്പൊ അബൂബക്കർ കുഴപ്പമില്ല, എന്തേലും എന്തില്ല, എന്തേലും പൈസ ഒന്നുമില്ല, നിന്റെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. അപ്പൊ ഓരേലും ഇല്ല, എന്താ കാട്ടുക? അപ്പൊ സ്ത്രീകളൊരു കാര്യത്തിന് ആഗ്രഹം വെച്ചാൽ ഓർക്ക് അതിനൊരു സംവിധാനം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു സാധനം ഓല് കൊടുത്തില്ല. കാരണം ഓർക്കറിയാം ഇവരോട് പറഞ്ഞാൽ പൈസ ഇല്ലാന്ന് ഇങ്ങോട്ടും പറയാൻ. അപ്പൊ അതിനുള്ള കാര്യം കൂടി ആരെയും ചെയ്തിട്ടുണ്ടാവും, പറയുമായി. അപ്പൊ ആങ്ങളുടെ കുട്ടിന്റെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അപ്പൊ അതിനൊരു വള കൊടുക്കണമെന്ന് പറഞ്ഞു. ഓർക്കറിയാം വള എന്ന് പറയുമ്പോൾ തന്നെ കാപ്പ് എന്താ പറയാന്ന്. നമ്മുടെ പൈസ ഈ സമയത്ത് ഭയങ്കര വിലയാണ്, ആട്ടാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുള്ളവർക്കറിയാം. അപ്പൊ ഒരു അതിൻ്റെയും കൂടി മറുപടി കണ്ടിച്ചിട്ടാണ് എന്ത് ചെയ്യാ പറയാം. അപ്പൊ അബൂബക്കർ അങ്ങനെ പറഞ്ഞു, അവിടെ പൈസ ഇല്ല, എന്റെ എന്തെങ്കിലും വാങ്ങിക്കോ പറഞ്ഞു. വാങ്ങുന്നതിനോട് ഒരു വിരോധമില്ലായിരുന്നു. അവിടെ പൈസ ഇല്ലായിരുന്നു. അപ്പൊ ഇനി എന്താ കട്ടിച്ച്. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വീട്ടിലെ ചെലവിന് വേണ്ടി കുറച്ച് പൈസ തരുന്നുണ്ടല്ലോ, ഞാൻ അതിന് ഒരല്പം മിച്ചം വെച്ചിട്ട് അങ്ങനെ കുറച്ച് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, അത് കൂട്ടിയിട്ട് നമുക്കൊരു മധുരം വാങ്ങാം. അപ്പൊ അബൂബക്കർ എല്ലാവരും പറഞ്ഞു, അത് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്ന്. പഴയ കാലത്ത് മദ്രസകളൊക്കെ മലപ്പുറം ജില്ലയില് കോഴിക്കോട് ജില്ലയിലൊക്കെ മദ്രസകൾ നടന്നിരുന്നത് എന്തുകൊണ്ടായിരുന്നു? തൂക്കൈരി കൊണ്ടായിരുന്നു. തൂക്കൈരി എന്ന് പറഞ്ഞാൽ അതെങ്കിൽ മരങ്ങനെ അരിങ്ങനെ ചേടി അങ്ങനെ അളന്നെടുത്തിട്ടുണ്ടോ, ഒരു സേര് എന്നൊക്കെ പറഞ്ഞിട്ട് അളന്ന് എടുത്തിട്ടുണ്ടോ. എന്നിട്ട് അത് ചേരെന്നാക്കിയതിന് ശേഷം വെള്ളത്തിൽ ഇടാൻ പോണതിന് മുമ്പ് ഒരു പുടി ഇങ്ങനെ അവിടെ വാരിച്ച് അവിടെ ഒരു തൂക്കുണ്ടാവും, ഒരു മൺകലം ആയിരിക്കും. അതങ്ങനെ കുറെ ഇട്ടിട്ടാവുന്ന അറിയും. അപ്പൊ പള്ളിയിൽ നിന്ന് ചാക്ക് കഴിച്ചിങ്ങനെ അന്ന് കമ്മിറ്റിക്കാർക്ക് വലിയ ഭാരമുള്ള പണി ചെയ്യും. എന്ത്, ഈ അരിയൊക്കെ പോയി കളക്ട് ചെയ്യണം, തലയെ വെച്ച് കൊണ്ടുവരണം, വെള്ളിയാഴ്ച എന്ത് ചെയ്യണം, അത് ലേലം വിളിക്കണം ഒക്കെ. ഇപ്പൊ വളരെ എളുപ്പമാണ്, അത് ഗൂഗിൾ ചെയ്താൽ മതി. അതിലായില്ലേ എണ്ണം കൂടി വേണ്ട. അതിങ്ങനെ പറയും 4500 രൂപ കയറിയിട്ടുണ്ട്, ആയിക്കോട്ടെ, എണ്ണും വേണ്ട ഒന്നും.
അങ്ങനെ ഈ തൂക്കയിലുണ്ടാവും. ഈ സംഭവം കേൾക്കും ആ തൂക്കയിലെ ഓർമ്മ. അബൂബക്കറിന്റെ ഭാര്യ കുറച്ച് കുറയൊന്നുമില്ല, കുറച്ച് മാറ്റിച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പം ഒരു മധുരം വാങ്ങാനുള്ള പൈസ ആയപ്പോൾ എത്ര ആഗ്രഹത്തിലും എത്ര സന്തോഷത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അബൂബക്കറിന്റെ കൈമ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ മധുരം വാങ്ങിയത്. അപ്പം അബൂബക്കർ എല്ലാവരും പറഞ്ഞു, ഓഹോ, ഞാനൊരു പരീക്ഷണം നടത്തിയിരുന്നു. ആ പരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായി, നമ്മൾ ബൈത്തുൽ മാലിന് ഇത്ര തുക അധികമായി പറ്റിയതാണ്. നമ്മളെ ചെലവിനേക്കാൾ കൂടുതൽ നമ്മൾ ബൈത്തുൽ മാലിന് പറ്റിയിട്ട് നമുക്ക് ചെലവ് എത്ര വേണ്ട. അതുകൊണ്ട് ഞാൻ ഈ തുക ബൈത്തുൽ മാലിലേക്ക് തിരിച്ചടക്കാൻ, നീ എത്രയാണോ മിച്ചം വെച്ചത് അത് ഇനി നമ്മളെ ശമ്പളത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഞാൻ ആലോചിച്ചു. ഈ അബൂബക്കർ കണ്ണേ നമുക്ക് വഴി കണ്ട ഒരു വയലിന് ഇഞ്ചാൽ തനിക്ക് അയാളെ കണ്ടിട്ട് നിങ്ങൾ വരും. അയാളെ കാണാൻ സ്വർഗത്തിൽ കയറാൻ കഴിയില്ല, കാരണം അയാൾ സ്വർഗത്തിലുണ്ടാവും. നമ്മൾ ഈ കാണണമെന്ന് പറയുന്നതിന് ഞമ്മക്ക് കയറാനാണ്. കേൾക്ക് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ കയറിയ ആൾക്കാർ ചെങ്ങായി AC ഉണ്ടെങ്കിൽ പെരുന്തു കൂടക്കാണെങ്കിൽ ഒന്നോടെ കാണാനും കാട്ടൂ. എന്തിനാ പോയി ഞാൻ അബൂബക്കറിനെ തെരഞ്ഞു പോകണമെന്നുണ്ട്. ഭയങ്കര സ്വർഗം കാണാം. അവിടെ അബൂബക്കറിന്റെ ഭാര്യ ഉണ്ടാവും. ഏത് ഭാര്യ അറിയോ? ഏത് ഭാര്യ പറയും? ഓ, എങ്ങനെ സഹിക്കുന്നത് ഒരാഗ്രഹിച്ച് കുറേ ദിവസങ്ങളെ കൊണ്ട് എടുത്തു വെച്ചിട്ട് നിങ്ങളെ കൂടെ ഞാൻ ജീവിക്കാനില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പറയും. അബൂബക്കറിന്റെ ഭാര്യ പറഞ്ഞിട്ടില്ല. ആ ഭാര്യനെ കാണണം. അല്ലാഹ്, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ജീവിതത്തിന്റെ സൂക്ഷ്മതന്റെ ഭാഗമാണ്. മരിക്കാൻ സമയം അബൂബക്കർ റളിയല്ലാഹു ആയിഷ റളിയല്ലാഹു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, എൻ്റെ ഉള്ള സ്വത്ത് ഇതാണ്. ഒരു ഖലീഫന്റെ സ്വത്തത് എന്ത്? ഒരൊട്ടകം, ഉളു എടുക്കാനുള്ള ഒരു ലോട്ട, ഒരു പാത്രം, ഭക്ഷണം കഴിക്കാനുള്ള ഒന്ന് ചെറിയ 2 പാത്രങ്ങൾ, ഇങ്ങനെ തുടർന്ന് കുറച്ച് കാര്യങ്ങളാണ് ഒരു അമീറുൽ മുഅ്മിനീനിലുള്ളത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയണേ, ഞാൻ വിളിച്ചാൽ ഇത് അടുത്ത ഖലീഫനെ ഉമറിനെ ദേൽപ്പിക്കണം. ഇത് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫാക്കി ആരാ? അബൂബക്കർ എന്നാണ്. ഖലീഫ ഉമറാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉമർ തന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഈ സാധനമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ എത്തിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറഞ്ഞു, അബൂബക്കറിനോട് അല്ലാഹു കരുണ ചെയ്യട്ടെ, അദ്ദേഹം പിൻഗാമിയെ കൂടി ബുദ്ധിമുട്ടിലാക്കിയിട്ടാണല്ലോ പോയത്. ഇവരാണ് നമ്മളെ നേതാക്കന്മാർ. ഇവരെ പോലെ ആവാനുള്ള ശ്രമം നടത്തിയാൽ ഇതിന്റെ എവിടെയെങ്കിലും ഒരു മൂലയിലെത്തിയാലും നമ്മളെന്താവും? ഇനി നമ്മളെ ജീവിതത്തിൽ നമ്മളിങ്ങനെ തട്ടിച്ചു നോക്കിയാൽ മതി. ഓരോ കാര്യം എത്ര വൃത്തിയായിട്ടാണ് കൊണ്ടുവരുന്നത് കൂട്ടുകാരെ. ഉമർ റളിയല്ലാഹു ഭയങ്കര ഇഷ്ടമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു. ഇഷ്ടമാണ്. തിരിച്ചു അങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. തബൂക്കിൽ അബൂബക്കർ റളിയല്ലാഹു മൊത്തം സമ്പത്ത് കൊണ്ടുപോകും. എന്തുകൊണ്ടൊന്നും മൊത്തം കൊണ്ടുവന്നു. ഈ മൊത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. മൊത്തം കൊണ്ടുവന്നു. ആകെയുള്ള കുറച്ചേ മൊത്തം എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനമായിട്ട് വന്നു. ഉമർ റളിയല്ലാഹു എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ ഒരു ഫിക്ർ നന്മയിൽ അബൂബക്കർ റളിയല്ലാഹു എന്ത് ചെയ്യണം? മുൻകടക്കണം. അങ്ങനെ തബൂക്കിന്റെ സമയത്ത് കുറച്ച് സാമ്പത്തിക വിശാലതകളുടെ ആർക്ക്? ഉമർ റളിയല്ലാഹു. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു സമ്പത്തിന്റെ പകുതി കൊണ്ടുവന്നു. ഭയങ്കര സന്തോഷത്തോടു കൂടി നിബിധന സാധനങ്ങൾ അടുക്കൽ കൊണ്ടുവന്ന് കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു കൊണ്ടുവന്നിടത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ സന്തോഷം തരാൻ അന്നെങ്കിലും ആരെ കവർ ചെയ്യും? അബൂബക്കർ റളിയല്ലാഹു കവർ ചെയ്യും. ഉമർ റളിയല്ലാഹു സന്തോഷവും ആ വരണം കണ്ടപ്പോൾ നിബിധന സാധനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ആ കവറിങ് ആണ്. ഏത് അബൂബക്കറിന് എന്റെ അബൂബക്കറിനേക്കാളും മുന്നിൽ കയറാനുള്ള പണിയാണ്. അപ്പം നിബിധന സാധനങ്ങൾ സാധാരണ എല്ലാവരും ചോദിക്കും, ഇജ്ജ് എന്താ കൊണ്ടുവന്നത്? ഞാൻ അതാ കൊണ്ടുവന്നത്. ഇജ്ജെന്താ കൊണ്ടുവന്നത്? ഞാൻ അത്ര കൊണ്ടുവന്നത്. അങ്ങനെ ഉണ്ടാവില്ല. നിബിധന സാധനങ്ങൾ വേഗം ചോദ്യം മാറ്റി. നിബിധന സാധനങ്ങൾ ചോദിച്ചു, അബൂബക്കറെ ഞങ്ങൾ വീട്ടിൽ എന്ത് വിട്ടിട്ടാണ് വന്നത്?
ഭാര്യ മക്കൾക്ക് വേണ്ടി എന്ത് വിട്ടിട്ട് വന്നു. അപ്പൊ അബൂബക്കർ പറഞ്ഞു അല്ലാഹു റസൂൽ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മാത്രം വിട്ട് ബാക്കി മുഴുവൻ കൊണ്ടുവന്നതിനാണ്. ഇനി അടുത്ത ജോലി ആരോട് വരും? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ വിട്ടേന്ന് പറഞ്ഞു. പകുതി അവിടെ ഉണ്ടായിരുന്നു, തീർന്നിട്ടില്ലേ? അബൂബക്കർ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അബൂബക്കർ അള്ളാന്റെ മഹത്വം പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചില രാത്രികളുണ്ട്, അത് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ എൻ്റെ പുരുഷായുസ്സിൽ ചെയ്ത മുഴുവൻ നന്മകളും ഞാൻ അബൂബക്കറിന് കൊടുക്കാം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ആദ്യ 6 തൗറിൽ ആ മടിയിൽ തലവെച്ച് കഴിച്ചു കൂട്ടി അതിൽ ഒരു രാത്രി എനിക്ക് കിട്ടിയാൽ മതി, ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും കൊടുക്കാം. ഇതാണ് പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ കുറെ ദൂരത്തെ ഒരു സ്ഥലം തരിശുഭൂമിയായിട്ട് കൃഷിയൊന്നുമില്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ആ നാട്ടുകാരായ 2 ആൾക്കാരെ അബൂബക്കർ റളിയല്ലാഹു അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ വീടിൻ്റെ അവിടെ കുറേ സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അതിൽ കുറച്ച് സ്ഥലം ഞങ്ങളെ പേരിൽ എഴുതി തരികയാണെങ്കിൽ ഞങ്ങളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങാം എന്ന് പറഞ്ഞു. നമുക്ക് കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്, കാരണം എന്താ കൃഷി ഉണ്ടായാലും ആൾക്കാർക്ക് ഭക്ഷണം ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നറിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞ മനസ്സിലായി, കുറേ കാലമായിട്ട് തരിശുഭൂമിയിൽ കിടക്കുകയാണ്, അതാണ് അങ്ങനെ കിടക്കും, ഇതിപ്പോ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇവര് കൃഷി എന്ത് ചെയ്ത് ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു എന്ത് ചെയ്ത് പറഞ്ഞാൽ ഒരു കടലാസിൽ ഇത് എഴുതി കൊടുത്ത് ഇവരുണ്ടാക്കും, ആ ഭൂമി ഇത്ര സ്ഥലം ഇവർക്ക് ഉണ്ടാക്കുന്നതാണ്. പോകാൻ സമയത്ത് അവരോട് പറഞ്ഞു, ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ ഇതിൽ ഒപ്പിടിക്കണം. അപ്പൊ എഴുതിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒപ്പിട്ടിട്ട് ഇനി ഭാരത്താ മതി, ഉമർ റളിയല്ലാഹു അൻഹു ഒപ്പിട്ടാൽ മതി. ഒരു ഭയങ്കര കൂളായിട്ട് ഒക്കെ കിട്ടിയാന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ വായിച്ചു, ഒരൊറ്റ കീറലിങ്ങനെ ഇവര് വേഗം വാങ്ങി തരെടുത്ത് ഞാൻ അടുത്ത് നമ്മളെ നേരത്തെ പണിയും കൂടി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഒരു വിട്ടത് എടുക്കാരെ ഒരു പെരേ കിട്ടാൻ മതി, ഓരോ എടുക്കാൻ വിട്ടാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുക്കാൻ വിട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുക്കാൻ വിട്ടു. കാരണം അന്യായികൾ എപ്പോഴും ഇങ്ങനൊക്കെ ഉണ്ടാവും. ഈ നേതാക്കന്മാരെ മുഴുവൻ കുണ്ടു ചാടിക്കൽ ആരാണ്? ആരാണ് പറയൂ? അനുയായികളാണ്. ഒരു 4 ജനം കൂടിയിട്ട് പറയും നിങ്ങളെ പറ്റിയ അങ്ങനെ പറയും, നിങ്ങൾ ഇങ്ങനെ പ്രസ്താവന പഠിക്കും, എങ്ങനെ കൊടുക്കാൻ ശരിയല്ല എന്ന് പറയും. ഈ 3 എണ്ണമാണ് പറയുന്നത്. ബാക്കിയുള്ള ജനങ്ങൾക്ക് വേറെ അവസ്ഥയിലാണ്. അങ്ങനെ കൊണ്ടുപോയി ലോക്കാക്കുക. ആരെ നേതാക്കന്മാരെ. അതിൻ്റെയൊക്കെ കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. ടീച്ചിരി 2 കൂടെ അത് തള്ളിയില്ല. വലിയ വലിയ മനുഷ്യന്മാരെ ചെറിയ കുഴിയിൽ തള്ളിയില്ല. അതിലൊന്നും വീണ്ട ആൾക്കാരല്ലോ. പക്ഷെ ഈ അനുയായികൾ അമിതമായിട്ട് ഇതേപോലെ ഇവരുടെ ഓടി അബൂബക്കർ അടുക്കലേക്ക് പോയി. അബൂബക്കർ എന്ത് ചോദിച്ചു, നിങ്ങൾ തന്ന കടലാസ് കൊണ്ട് പോയി കീറി ഞങ്ങൾ തടിയായിട്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്, ഞങ്ങൾക്ക് പാകഞ്ഞിപ്പോൾ പറമ്പ് കൂട്ടുന്നല്ലോ വേണ്ടേ, ഒരു കാര്യം അറിയാനാ വന്നത്, എന്ത് നിങ്ങളാണോ അമീറുൽ മുഅ്മിനീൻ അതോ ഉമറാണോ? പോരെ, ആ തിരി മാത്രം കത്തിയ പോരെ. ഇതാണ് ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച കഥ ഞങ്ങൾക്ക് ഇത് പറഞ്ഞിരുന്നേ. പോയിട്ട് പറമ്പല്ല വേണ്ടി എന്തായാലും ആരാണ് അമീറുൽ മുഅ്മിനീൻ? നിങ്ങളാണോ അമീറുൽ മുഅ്മിനീൻ അതോ ഉമറാണോ? കാരണം വലിച്ചു കയറിയാളാരാണ്? അമീറുൽ മുഅ്മിനീന്റെ കത്ത് വലിച്ചു കയറുന്ന ചെറിയ പരിപാടിയാണ്. അപ്പൊ അബൂബക്കർ തന്നെ എന്താ പറയല്, അങ്ങനെ കയറി എന്തോ പറഞ്ഞ് അങ്ങനെ കിടന്നുണ്ട് അവിടെ, അത് ഞാൻ കൈകാര്യം ചെയ്യാം, നിങ്ങൾ ശ്രമിക്കും, ഞാൻ ചെറിയ അടുത്ത മീറ്റിങ്ങുകൾക്കുണ്ട്, അടുത്ത മുഷാവറ വിളിക്കുന്നു, അത് ഞാൻ ശരിയാക്കിയുണ്ട് ചാനൽ. അബൂബക്കർ ഒന്നും പറയില്ല. അബൂബക്കർ അതിനുള്ള മറുപടി പറഞ്ഞാലോ, അബൂബക്കർ ചോദിക്കാൻ എന്താണോ അമീറുൽ മുഅ്മിനീൻ ഉമറാണോ അമീറുൽ മുഅ്മിനീൻ? അപ്പൊ അബൂബക്കർ പറഞ്ഞു, സത്യത്തിൽ ആവന്റെ ആള് ഉമറാണ്, ആൾക്കാരെല്ലാരും അവിടെ കുറിച്ച് ഇന്ന ആക്കിയതാണ്. ശരിക്കാന്റെ ആളാരാണ്? ഉമറാണ്. പക്ഷെ എല്ലാരും കൂടെ കുറിച്ച് ഇന്ന ആക്കിയതാണ്. ആ തിരി അത്ര സ്നേഹത്തിലാണ്. ആരോടെയും ഉമർ റളിയല്ലാഹു അൻഹു അത്ര സ്നേഹത്തിലാണ്. ഉമർ കൂട്ടത്തിൽ കൊണ്ടെടുക്കരുത്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത നിലവാരം ഭയങ്കര താഴ്ത്തില്ലായിരുന്നു. പല്ലുവരിക്കം പൊട്ടി കീറിയത് തുന്നിയിടല്, അങ്ങനെ നഫ്സിനങ്ങനെ കൂട്ടി ഒടുക്കുന്നത് കണ്ടിട്ട് പ്രധാനികളായ അശ്റഫുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബാക്കൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്യൽ നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ പറഞ്ഞത്?
ഉമർദാനോട് പോയി പറയാൻ ആർക്കും ധൈര്യമില്ല. ആരൊക്കെയുള്ള അറിയാം? അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹു ഒക്കെ അസത്തും പഠിച്ചിരിക്കണം. ഒരു കൂടിക്കാ പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര പ്രയാസത്തിലുള്ളത്. അതുകൊണ്ട് ബൈത്തുൽ മാലിൽ കുറച്ച് ശമ്പളം ഒന്നും ചെയ്യണം, വർദ്ധിപ്പിക്കണം. ശമ്പളം വർദ്ധിപ്പിക്കണേന് ആരെ കൂടാതെ പോയി. ആകെ അഭിപ്രായവ്യത്യാസം ഇല്ലാത്ത ഏക കാര്യം എന്താണ്? നമ്മുടെ പാർലമെന്റിലൊക്കെ എന്താണ് ഒരു ബജറ്റിൽ തല്ലില്ലാതെ പാസ്സായിരുന്ന ഒറ്റ കാര്യം എന്താണ്? MLA-മാരുടെ മന്ത്രിമാരുടെ ഒക്കെ എന്താക്കണം? ശമ്പളം വർദ്ധിക്കണം. അതല്ല കുറച്ച് കൂട്ടേണ്ടി തന്നെയാണ്. ഇതിലെ കുറച്ചുകൂടി കൂട്ടേണ്ടിയാണെന്ന് പറയും. ഇവിടെ അതല്ല, ഇവിടെ ശമ്പളം കൂട്ടണം എന്ന് പറഞ്ഞത് പ്രഗത്ഭരായ സഹാബാക്കൾ. ഓർക്ക് പറയാൻ ധൈര്യമില്ല. ഓർക്ക് ആരാധ ഉമർദിനോട് പറയാനില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റെഡിയില്ല, അലി റളിയല്ലാഹു റെഡിയില്ല, ഉസ്മാൻ റളിയല്ലാഹു റെഡിയില്ല, ആരും റെഡിയില്ല. അപ്പൊ ഇനിയിപ്പോ ആരാ പറയാ? നമ്മളെ കുറക്കാൻ പറയാനാണ് ഞാൻ റെഡിയില്ല എന്നുള്ളതൊക്കെ ചെന്നും സംഗതി തീരാവും. ഇത് കൂട്ടാൻ പറയാനുള്ള എല്ലാവർക്കും പോയി കൊണ്ടുപോയി. അവസാനം ഒരു തീരുമാനിച്ചു. നബിയുടെ സഹാബികളെ ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹ ഉണ്ട്, അത് ഉമർ റളിയല്ലാഹുവിന്റെ മോളുമാണ്. ഓരോട് പോയിട്ട് പറയാം. അങ്ങനെ ഈ പ്രഗത്ഭരായ സഹാബാക്കൾ ഇവരൊക്കെ ഒരു വീട്ടിൽ വരാന്നുണ്ടെങ്കിൽ ആലോചിച്ചു. ഇവരെല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു, ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഉപ്പാനോട് നിങ്ങൾ ഇങ്ങനെ പറയണം, ഇങ്ങനെ ഇപ്പൊ ഭയങ്കര ഞെരുക്കത്തിലല്ലത്. അവിടെ സമ്പത്ത് ഇഷ്ടംപോലെ വൈദ്യുമാലി ഉമർദാന്റെ കാലത്ത്. അവിടെ കുറച്ച് സമ്പത്ത് കൂടുതൽ എടുക്കാൻ പറയണം, ഒന്ന് സുഖമായിട്ട് ജീവിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഓരോ കാര്യം കൂടി പറഞ്ഞു. ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ പറയരുത്. ആരാ ഈ പറയുന്ന ആൾക്കാര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ വഖാസ്, ഈ സഹാബാക്കളാണ് പറഞ്ഞേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞങ്ങളത് പറയരുത്. ആയിക്കോട്ടെ എന്നാണ്. അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹു വാപ്പയാണെന്ന് മാത്രമല്ല നബിതങ്ങളുടെ സഹാബികളുടെ ഭാര്യയാണ്. അവിടെ മോളോട് ആർത്ഥത്തിലുള്ള എന്തില്ലേ? നബിതങ്ങളുടെ സഹാബികളുടെ ഭാര്യയോട് മാന്യമായ പെരുമാറ്റം പോലെ വാപ്പ എന്നൊന്നും പറഞ്ഞ കാര്യമില്ല. നബിതങ്ങളുടെ സഹാബികൾ ഉണ്ടാവുന്നു വേറെ കാര്യം. അടിക്കാനൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടെ സാന്നിധ്യത്തിലാണ്. അതുകൊണ്ട് ഹഫ്സ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യം പറയാൻ നിങ്ങളോട്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞു. ആരാന്ന് ചോദിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ട് അവർ നിങ്ങൾ ഭയങ്കര ഞെരുക്കത്തിലല്ലത്, അവർ ബൈത്തുൽ മാലിന് കുറച്ച് സംഖ്യ കൂടുതൽ എടുക്കണം, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കുറച്ചൊന്ന് ഇതാക്കണം, ഒരു അയവ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹഫ്സ നീ പറ, നീ അല്ലാഹുവിന്റെ റസൂൽ ശാസനങ്ങൾ കൂടെ ജീവിച്ചതല്ലേ? നിന്റെ വീട്ടിൽ നിബിധന ശാസനങ്ങൾ എന്തിനേക്കും ഉറങ്ങിയിരുന്നതെന്ന് നീ പറ. ഹഫ്സ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ചാക്ക് അതിനെ രണ്ടായി മടക്കി അതിലായിരുന്നു റസൂലുള്ളാഹി ശാസനങ്ങൾ കടന്നിരുന്നത്. ഹഫ്സ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ചാക്കിന് ഒരു പ്രാവശ്യം കുറച്ച് മാർദ്ദവം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 4 മടക്കി. അന്ന് തങ്ങൾക്ക് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായി. രാവിലെ എന്നോട് പറഞ്ഞു, ആ ചാക്ക് എന്താ നിങ്ങൾക്ക് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായല്ലോ, നീ എന്ത് വിരിച്ചിരുന്നു ചോദിച്ചപ്പോൾ അതേ ചാക്കാണ് 4 മടക്കിയതാണെന്ന് പറഞ്ഞു. ഇതിന് സാധനം പറഞ്ഞു, ഇനി മുതൽ ആ പഴയ പോലെ തന്നെ മടക്കിയാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹഫ്സ നിന്നെ ഇത് പറഞ്ഞ് ഏൽപ്പിച്ച ആൾക്കാരോട് പറയും, അവരാരാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരെ മുഖത്ത് അടയാളം വീഴുന്ന നിലയിൽ ഞാൻ അവരെ ശിക്ഷിച്ചേനെ. എന്തിനാണ് ശിക്ഷിക്കണേ? ചെലവ് കൂട്ടണമെന്ന്, വിശാലത ആക്കണമെന്ന് പറഞ്ഞേ, ഞാൻ അവരെ ശിക്ഷിച്ചേനെ. നീ അവരോട് പോയിട്ട് പറ. ഉമറിന്റെ മുന്നിൽ 2 കൂട്ടുകാരുണ്ടായിരുന്നു ഉമറിന്. അവർ 2 പേരും ഒരേ വഴിയിലൂടെ സഞ്ചരിച്ച് അവർ ലക്ഷ്യത്തിലെത്തി. അവരുടെ കൂട്ടത്തിൽ 3ാമതായി യാത്ര ചെയ്യുന്ന ആളാണ് ഈ ഉമർ. അവരുടെ വഴിയിൽ നിന്ന് മാറിപ്പോയാൽ അവരെത്തിയ സ്ഥലത്തേക്ക് ഉമറിനെത്താൻ കഴിയൂല. അതുകൊണ്ട് ഉമർ അതിലുള്ള ഒരു യാത്രക്കാരനാണ് എന്ന് അവരോട് പറഞ്ഞേക്കേണ്ടി അത്ര ഇവർ തമ്മിലുള്ള അതാ പറഞ്ഞ, ഞാൻ അബൂബക്കറിന്റെ വഴിയിലാണ് പോണത്. അത് ഇഷ്ടമാണത്. അബൂബക്കറിന്റെ സ്റ്റൈലിൽ എനിക്ക് എന്റെ സ്റ്റൈലിൽ അല്ലല്ലല്ലല്ലല്ല, എന്റെ മുൻഗാമികളാണ്, ഞാൻ ഓരോ വയ്ക്കാം. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സാദനത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബി. നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ സഹാബാക്കളെ പഠിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു തരും. നമ്മളെ
ഹൃദയം നിറയും, കണ്ണ് നനയും, നമുക്ക് സങ്കടം എന്നിട്ട് നമ്മൾ ഓലയ്ക്ക് നൂല് പിടിച്ചു നോക്കിയാൽ നമ്മളൊക്കെ ഹാറൂനും ഫിറോനും നമ്മളെ ഭാര്യമാർക്ക് എത്ര തുണി പാണ്ടി, നമുക്ക് എത്ര തുണി പാണ്ടി. എന്നിട്ട് തറാവിക്കാർ ഒഴിവാക്കിയിട്ട് എന്തെടുക്കാനാ പോണേ? ഡ്രസ്സൊക്കെ പോകാറുണ്ട്. നമ്മൾ പറയുന്നത് നമുക്ക് ദാരിദ്ര്യമാണ്, നമുക്ക് കഷ്ടപ്പാടാണ്, നമുക്ക് ദീന്റെ പണിയെടുക്കാൻ നേരില്ല എന്നൊക്കെ പറഞ്ഞ് ഇതുകൊണ്ടാണ് നമ്മളെ ജീവിത നിലവാരം ഓരോ ജീവിത നിലവാരത്തിന്റെ അവസ്ഥ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സഹാബാക്കളെ പഠിക്കൂലോ. അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ ഉണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആൾക്കാർ, അശ്റത്തുൽ മുബശ്ശിർ എന്ന് പറഞ്ഞാൽ ആ 10 ആൾക്കാരെ പേര് പഠിക്കണം. നിങ്ങൾക്ക് അറിയാൻ മതിയാവൂലേ? നിങ്ങൾ പറഞ്ഞു ഒന്ന് പറഞ്ഞാണ് ഉറക്കം വേണത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ആദ്യത്തെ 4 ഒച്ച ഉണ്ടാവും, എനിക്ക് ആദ്യേ അറിയാം. ഞാനിവിടെ ഞാൻ ഉള്ളിലിങ്ങനെ പറയുന്ന അതിപ്പോ എപ്പോൾ നിൽക്കുന്നത് അബ്ദുറഹ്മാൻ നിന്നു. പിന്നെ അടുത്ത സാദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, പിന്നെ തൽഹ, സുബൈർ ബിൻ അവ്വാം, പിന്നെ അബൂബൈദ് അൽ ജറാഹ്, പിന്നെ സഈദ് ബിൻ സെയ്ദ്, പിന്നെ ആയോ ഇനി തന്നെയൊക്കെ പിന്നെ അബൂബക്കർ സിദ്ദീഖ്. ഒന്ന് എണ്ണിക്കൂടി ഇത് കുറ്റം കിട്ടുന്നൊന്നല്ല, എണ്ണിക്കൂടി കിട്ടിയോ? 10 കിട്ടാത്തവരുടെ പറഞ്ഞു. ഏതോ രാജ്യത്തിന്റെ കളിക്കാരന്റെ പേര് ഒരാൾ കൂടി പറഞ്ഞു, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ. ഞാൻ പറയുന്നത് ടൈമും കൊണ്ട് നടക്കേണ്ടി വരും. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെയും നാവും ഇരിക്കും. അയ്യാതി വളഞ്ഞു തിരിഞ്ഞ പേര് അതൊക്കെ കുട്ടിയേക്കറിയാം. മോന്റെ എത്ര റൺസെത്തിന് മോൻ എത്രാമത്തെ വിക്കറ്റിൽ ഔട്ടായത് ഫുള്ള് ഇതുണ്ട്. മറ്റൊരു എത്ര ഗോൾ അടിച്ചിന്, അവൻ എവിടുന്നാണ് ഗോൾ സാറിന് അടിക്കലെങ്ങനെയാണ്, അങ്ങനെ കട്ട് ചെയ്യലൊക്കെ നമുക്കറിയാം. നമുക്ക് ഇവരെ മാത്രം അറിയില്ല. ഒരു കവി പറയുന്നുണ്ട്, എനിക്ക് സാലിഹ്യങ്ങളെ ഇഷ്ടമാണ്. ഞാനെന്തല്ല പറയുവൈ, ഞാനൊരു സാലിഹൊന്നുമല്ല, ഞാനൊരു സജ്ജനൊന്നുമല്ല, പക്ഷെ എനിക്ക് ആരും ഇഷ്ടമാണ് പറയുവൈ, സാലിഹ്യങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ വാക്യം അതുകൊണ്ട് ഈ സഹാബാക്കൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ പറയും. അതുകൊണ്ട് ഓരെങ്ങനെ കേൾക്കുക, അവരെങ്ങനെ പറയാം, അവരോടൊരു ഇഷ്ടം ഉണ്ടാകും. ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാനെനിക്ക് ഇപ്പോഴേക്കും ഒഴിവുണ്ടായിരുന്നു. ഞാൻ എനിക്ക് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചും ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചും പിന്നെ അലി റളിയല്ലാഹുവിനെ കുറിച്ചും ഈ അശ്റത്തുൽ മുബശ്ശിരീങ്ങളെ പറ്റി നോമ്പിന് പറയണമെന്ന് ഞാൻ നോമ്പിന് മുമ്പ് ആലോചിച്ചു. എന്നാലേ ഒന്ന് പറയണമെന്ന്. പക്ഷേ നിന്ന് തിരിയാൻ ഇത് ഞാനിപ്പോ ഇത് പറയാൻ വന്നൊന്നല്ല. ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറയാന്ന് വിചാരിച്ചിട്ട് ആ ഓർമ്മയുള്ള ഇങ്ങനെ പറയണം. ഞാൻ പറയണത് കുറേ പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. ഒന്നിങ്ങനെ നോക്കി ഓരോന്നിനെ ഒന്ന് പഠിച്ച് പറഞ്ഞാൽ ഈ ഉമ്മത്തിന് ഓരോ അറിയണ്ടേ. 10 ആൾക്കാരൊന്ന് പറയണം ഈ റമദാനെ ഞാൻ വിചാരിച്ചു. ഓരോ ദിവസം ഒരാൾ പറയണം. നോമ്പെന്നെ അടിച്ചു കിട്ടും. നേരം കിട്ടില്ലേ നോക്കാൻ പറ്റുന്നു. പക്ഷെ വായിക്കാൻ ഇരുന്നാലും കണ്ണ് നന്നെ വേണത്. സങ്കടം നടന്ന് ഓരെ കാണാനും ഓരെ കൂടെ നിൽക്കാനും പൂജയാവും. കാരണം എന്താ പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ ഒരു ഇത് ഉണ്ടാക്കിയത്. നമ്മൾ ഈ വീ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സുഖലോലുപതയുടെ അങ്ങേറ്റം. എന്നിട്ട് നമ്മൾ കുറവാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങൾ സഹാബാക്കളെ വായിക്കും, സഹാബാക്കളെ പറ്റി പഠിക്കും. ഭയങ്കര രസം. അതുപോലെ ഓരോ കാര്യങ്ങൾ നീക്കുപോക്കളുണ്ട്. അതിലെ ഇതേ മാത്രം വായിച്ചാൽ ഒരു ഐഡിയ കിട്ടൂലെങ്കിൽ. ഞാൻ ഇപ്പൊ ഇതിങ്ങനെ ഔതും കൊണ്ടൊക്കെ ചിതറി സാധനം ഇങ്ങനെ ഒരു ആക്കി പിന്നീട് തന്നുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിരുന്നത്. മറ്റൊരു സംഭവം വായിച്ചാൽ ഒരു കഥ വായിക്കാൻ വരുന്നത് അല്ല. ഓരോന്ന് വായിച്ച് നിർത്തുക, ഇതിങ്ങനെ ആലോചിക്കുക. നമ്മൾ ഓരോ കൈക്ക് ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ പോയി നോക്കിയാൽ നമുക്കിങ്ങനെ ഭയങ്കര സങ്കടമാവും. അതാ ഞാൻ പറഞ്ഞത്, സ്വർഗത്തിലെത്തിയാൽ വേറൊന്നും കാണാൻ പൂതി ഉണ്ടാവില്ല. നമുക്ക് ആരെ കാണാനാ പൂതിയില്ല അല്ലേ? നിങ്ങളുണ്ടായാലും ഒരു കഫീലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വാപ്പ ഇങ്ങനെ കുറേ കാലം പറഞ്ഞു, എന്റെ കഫീൽ അങ്ങനെയാണ്, എന്റെ കഫീൽ ഇങ്ങനെയാണ്, എനിക്കത് തന്നു, എനിക്കിത് തന്നു എന്ന് പറഞ്ഞ് കഫീലിനെ പറ്റിയൊക്കെ പറഞ്ഞ്
അവസാനം ആ വാപ്പ മരിച്ചു. മകൻ വലിയ കുട്ടിയായി. അങ്ങനെ ആ കഫീൽ അല്ലെങ്കിൽ ആ നാട്ടിൽ വിസ കിട്ടി, വേറൊരു കമ്പനിക്ക് കിട്ടി. അപ്പോൾ അത് ഉള്ളിലുണ്ടാവും, ഞാൻ റിയാദിക്കാണ് പോണത്, റിയാദിൽ എൻ്റെ വാപ്പൻ്റെ പറയുകയായി, എൻ്റെ വാപ്പൻ്റെ ഒരു കഫീലുണ്ട്, അയാളൊന്ന് കാണണം. ഉണ്ടാവില്ല നിങ്ങൾ വരും. ആ വാപ്പൻ്റെ കേട്ട് കാണാത്ത മനുഷ്യനെ കാണാനുള്ള പൂതിയാണ്. നമുക്ക് സഹാബക്കളെ കാണാനുള്ള കൊതി ഉണ്ടാവണം. അതൊക്കെ കഴിഞ്ഞിട്ട് നിർദ്ദംഗ ആലോചിച്ചാൽ ഇവരൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്ന് ഈ കോലത്തിലാക്കിയതാരാണ്? റസൂലുള്ളാഹി ശാസനങ്ങളല്ലേ. അപ്പൊ ആ നിർദ്ദംഗ ശാസനങ്ങൾ എങ്ങനെയായിരിക്കും? അവർ നമ്മളെ കണ്ണൊക്കെ നിറഞ്ഞ് തങ്ങളെ കാണാനുള്ള പൂതിയോ. അപ്പൊ നിർദ്ദംഗ ശാസനങ്ങൾ സുന്നത്തിനൊക്കെ ആൾക്കാരെന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. സുന്നത്തിന് മുസ്ലിമീങ്ങൾ ദീനുള്ള ആൾക്കാർ വെട്ടുമ്പോൾ നമുക്ക് അടങ്ങാറാവും. നാട്ടിൽ താടിക്ക് വിടുന്ന കാണാൻ അടങ്ങാറാകുന്ന അതുകൊണ്ടാണ് നമ്മളെ നിയന്ത്രണം പോകുന്നത്. നമ്മളെ ഉള്ളിൽ വേറെ സാധനമുണ്ട്. നമ്മളാ നബീനെ അങ്ങനെ കാണാൻ നിൽക്കണം. അപ്പോൾ ഈ ചെങ്ങായിയൊക്കെ എന്ത് ആ നബീനെ നിങ്ങളെ വെറുപ്പിക്കാൻ നടക്കണല്ലോ എന്നൊക്കെ നമ്മൾക്ക് ഈ സാധനം കയറാണ്. നമുക്ക് വെറുപ്പുള്ളൂ സുന്നത്തിനെ അവഗണിക്കണമെന്നത്. അതുകൊണ്ട് നിങ്ങൾ സഹാബാക്കളെ വേണ്ടി പഠിക്കുമോ? ഇൻഷാ അല്ലാഹ്. വെറുതെ ഇൻഷാ അല്ലാഹ് നീ പോവാൻ പഠിക്കോ? എന്താ പറയുന്നത്? സഹാബാക്കളെ പറ്റി വിശദമായി പഠിക്കണം. അങ്ങനെ പഠിച്ചു കൊടുക്കുക. സഹാബാക്കളെ ഭാര്യമാര്, അവരുടെ കുട്ടികള്, അവരുടെ കാര്യങ്ങള് ഒക്കെ പഠിക്കുന്നതിനനുസരിച്ച് അങ്ങനെ സന്തോഷം ഉറാതൊക്കെ ഉണ്ടാവും. അവരുടെ ജീവിതങ്ങള്, അവരുടെ ലൈനുകള്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ മനസ്സിലാക്കിയ ദീനല്ല ആരുടെ സഹാബാക്കൾ. ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞു, 40 എത്ര വയസ്സിലാണ് ജാഫർ അലി മരിച്ചത്? 41-ാമത്തെ വയസ്സിൽ. 41-ാമത്തെ വയസ്സിൽ മരിച്ച ജാഫർ അലിയുടെ ഭാര്യനെ, ചെറുപ്പക്കാരനെ കെട്ടുന്നത് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. എത്ര വലിയ സ്ഥാനമല്ല ഈ പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അസ്മാ റളിയല്ലാഹു അൻഹ കല്യാണം ചെയ്യുക, അസ്മാ ബിൻത് ഉമൈസിനെ. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു മരിച്ചത് പിന്നെ ആരാ കെട്ടുന്നത്? ജാഫർ അലിയുടെ അഞ്ചനാണ് അലി. അപ്പൊ സഹാബാക്കളുടെ ഇടയിലുള്ള ജീവിതങ്ങളും കുടുംബവും അതൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ഉള്ളൊക്കെ ഒരു വേറെ ആരോ കൾച്ചറാണ്. അതുകൊണ്ടാണ് വിധവകളൊക്കെ നാട്ടിൽ ആമായി നടക്കുന്നത്. 4 മാസം 10 ദിവസം മരിച്ചാൽ ഇതേ ഇരിക്കണമെന്ന് കണിശമായി ദീൻ പറയാനുള്ള കാരണം സഹാബാക്കളുടെ കാലഘട്ടം കൂടി വെച്ചിട്ടാണ്. കാരണം ഒരു സ്ത്രീ വിധവായാൽ സ്ത്രീനെ ആൾക്കാർ കെട്ടാൻ എന്താണ് തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു 4 മാസം 10 ദിവസം കഴിഞ്ഞ അവളെ കുട്ടിയുണ്ടോ എന്താണ് കാര്യങ്ങളൊക്കെ തീരുമാനമായതിനു ശേഷം എന്ത് ചെയ്യാ കെട്ടിയാൽ മതി. അതുകൊണ്ട് വിധവ പരിപാടി ഇല്ല. അവിടെ 5 ആൾക്കാരെ 6 ആൾക്കാരൊക്കെ ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചു. ആരും മരിക്കുമ്പോഴത്തേന് അടുത്ത ആൾ കല്യാണം കഴിക്കണം. അവരുടെ കാലാകാലം ഇങ്ങനെ നിൽക്കുക എന്നുള്ള ആരോ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക്. അതുകൊണ്ട് തിന്മകൾ അമ്മകൾ വിധവകളൊക്കെ വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് വലിച്ചയക്കാൻ. ഒരു വിധവയെന്ന് പറയുമ്പോഴത്തേനും കാക്കക്കണ്ണും കഴുകക്കണ്ണുമാണ് ആ സ്ത്രീന്റെ നേർക്ക് പോകുന്നത്. അതുകൊണ്ട് ശരിയായ ദീനി ഫിക്ർ വരുമ്പോഴാണ് ശരിയായ ദീൻ നാട്ടിലുണ്ടാവുള്ളൂ. ശരിയായ ദീൻ ഉണ്ടാവുള്ളൂ എല്ലാ കാര്യത്തിലും. പട്ടിണിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്നൊക്കെ ഒരാൾ പട്ടിണി നടക്കാറിനാല് എല്ലാവരും കൂടി ഒന്ന് ആക്ഷേപിക്കും. അവൻ ഒരു മുസ്കാരായിട്ട് നടക്കുകയാണെങ്കിൽ ഭാര്യന് മക്കൾ നോക്കൂല. ഭാര്യന് മക്കൾ നോക്കലല്ലേ എന്ത് ദീനിന്ന് വരുന്ന ആൾക്കാർ. ഇവരാരും നോക്കിയില്ലേ? ഒരു ഭാര്യക്ക് ഒരു വലിയ ഖലീഫയ്ക്ക്, ഖലീഫ പറഞ്ഞാലാ ഒരു പള്ളിയിലെ ഖതീബ് എന്നർത്ഥം അല്ല, ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപൻ. അയാൾ പറഞ്ഞതാണ് നടക്കുന്നത്. അതുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത് നിസ്കാരത്തിന്റെ ഇടയിൽ വിവേചിച്ചോനോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറയണമെങ്കിൽ അയാൾക്ക് അങ്ങനെ പറയണ്ടേ? അത്ര പവറുള്ള ആള് ഭാര്യ മധുരം തിന്നണമെന്ന് പറഞ്ഞപ്പം മധുരം വാങ്ങി കിട്ടിയില്ല എന്നല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെന്താ പോയിട്ട് പിന്നെ ആ ചെറിയ സംഖ്യ കൂടി എന്താക്കി കട്ട. നമ്മളെങ്ങാനുണ്ടെങ്കിൽ അബൂബക്കർ ദീനാണ് പഠിപ്പിച്ചു കൊടുത്തേനെ. നിങ്ങൾ മനസ്സിലായില്ല? നമ്മളെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അബൂബക്കർ ദീൻ പഠിപ്പിച്ചു കൊടുത്തേ. ഞങ്ങൾ എന്താണ് ഭാര്യമാരെ നോക്കൽ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയും. ഓൾക്കാരൻ്റെ ദീൻ നമുക്കറിയില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പട്ടിനൊക്കെ ഇതിലുള്ളതാണ്. നമ്മൾ രാവിലെ വൈകുന്നേരം വരെ പണിയെടുക്കുകയാണ്. എന്തിനാണ് ഭാര്യ കുട്ടികൾ പട്ടിണി വെക്കൽ വലിയ കുറ്റാണ്. നിസ്കാരമൊക്കെ കുഴപ്പമില്ല, ജുമയൊക്കെ കുഴപ്പമില്ല, നോമ്പൊക്കെ കുഴപ്പമില്ല, എന്ത് നോക്കിയാൽ കുഴപ്പമില്ല. ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല.
ഓരോ വീട്ടിലൊക്കെ പട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ദീനൊരു ഒഴിവാക്കില്ല. അവർക്ക് ദീനയും വലുത്. ഇനി നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ നിങ്ങളായിരിക്കും? കാരണം നമുക്ക് സാമങ്ങൾ അറിയില്ല. നമ്മളൊക്കെ വാഴുന്ന 10 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്, ഏറ്റവും കൂടി 50 കൊല്ലം മുമ്പ് മരിച്ച ആളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദീന്റെ എന്ത്. കാരണം അയാളെ പിടിച്ചാലേ നമ്മളെല്ലാം വിലയുന്നതിക്ക് എന്തുണ്ടാവുള്ളൂ, പറയും തെളിവുണ്ടാവുള്ളൂ. നമുക്കെല്ലാത്തിനും തെളിവ് നമ്മൾ നല്ല കൊള്ളാത്തി തിന്നാല് ഇതിലേ സുബീഷ്കരിച്ചാതെ ഇമാമിന് പരേ പോയിട്ട് കുടിയിരിക്കൽ ഇമാമം നിർക്കണമെങ്കിൽ 50 കൊല്ലം 60 കൊല്ലം 100 കൊല്ലത്തിന്റെ ആൾക്കാരെ പിടിച്ചാലേ കിട്ടുള്ളൂ. മറ്റവരെ പിടിച്ചാല് പറയും. സഹാബാക്കളെ പിടിച്ചാൽ കിട്ടൂല, പിന്നെ പട്ടിണിയാവും, പിന്നെ പൈസയും കിട്ടൂല, തിന്നാനും ഉണ്ടാവില്ല. മനസ്സിലായിട്ട് വൈകിട്ട് നമ്മളെല്ലാം പുറത്തു കൊടുക്കാതെ നമ്മളൊരു ഇതാണ് ഭയങ്കര ദീന്. എന്ത് ദീന്? അവിടെ നിങ്ങൾ സഹാബാക്കളെ പഠിക്കല്ലോ. അല്ല നമുക്ക് നമ്മൾ ചെയ്യാൻ പ്രവർത്തിക്കുന്നതാണ്. റമദാൻ മാസം കഴിയാൻ ഇന്ന് തിങ്കളാഴ്ച അല്ലേ, ചൊവ്വ, ബുധൻ, വ്യാഴം, ചിലപ്പം 4 നോമ്പാണ്. എത്ര നോമ്പ്? 4 നോമ്പ് കഴിഞ്ഞാൽ റമദാൻ നമ്മളിൽ പോയി. ഇനി അടുത്തൊരു കൊല്ലം എത്തണം. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, പിന്നെ ഫെബ്രുവരി. ദുൽഹിജ്ജ ഇതിന്റെ ഏത് മാസമായി? മുഹറം കഴിഞ്ഞാൽ ഏതാ? സഫർ കഴിഞ്ഞാൽ മറക്കൂല. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നെ 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 ഇത്ര മാസം, 11 മാസത്തിന് കഴിയും. ഞാൻ ഇതിനെ നിങ്ങളോട് എണ്ണിച്ചെന്നറിയോ? ആർക്കെങ്കിലും ഇത് എണ്ണാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എണ്ണം പഠിക്കണം. 10 സാവകൾ അറിയില്ലെങ്കിൽ മിനിമം 10 എണ്ണത്തിനെങ്കിലും പഠിക്കണം. അതൊക്കെയാണ് നമ്മളെ പരിപാടി. അല്ലാണ്ട് മറ്റവർക്ക് എത്ര വോട്ടാ കിട്ടിയെന്ന് കഴിഞ്ഞ നിയോജക മണ്ഡലത്തിൽ അവിടെ ഇത്ര വോട്ട് മറിച്ചിട്ടാൽ ഇവര് ജയിച്ചാന്നൊക്കെ ഈ ആൾക്കാരെ കണക്കൂട്ടുന്നേ. കാരണം അവള് അതിന്റെ ജീവിതം മുഴുവൻ അതിനാ കൊടുക്കണേ. സാവകളെ പഠിക്കല. അപ്പൊ ഇന്ന് 27 രാത്രി അന്നത്തോടു കൂടി ഈ പരിപാടി ഉണ്ടായി പരിസമാപ്തി കുറിക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്യുന്ന. ഇനി നാളെ കഴിഞ്ഞാലും പിന്നെ അത് കഴിഞ്ഞാല് നമ്മൾ കുറച്ച് കള്ളിക്കാർ മാത്രമാണ്, വലിയ ഐഡിയല്ലാത്ത കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവും. മറ്റുള്ളവരൊക്കെ ഇന്ന് ലോറിക്കും വലിയ വലിയ ട്രക്കിനൊക്കെ അടുപ്പിച്ച് മാറ്റിയിട്ട് എന്ത് ചെയ്യും? റമദാൻ 1 മുതൽ 20 നിങ്ങളൊന്ന് മാറിക്കും. ഞങ്ങൾ എന്ത് ചെയ്യട്ടെ? അവിടെ മാന്തട്ടെ നല്ലത് ഇന്ന് ഇവിടെ ചിലപ്പം ഞാൻ സ്ഥിരം ലോകം എന്തിട്ടൂല, സീറ്റൊന്നും കിട്ടാൻ സാധ്യതയില്ല. അടിച്ച് താളി കയറി എങ്ങനെങ്കിലൊക്കെ എന്താക്കും, കൂട്ടിച്ച് പറിച്ചിട്ട് ലൈലത്തിൽ തന്നെ കൊണ്ടുപോയാലും എന്ത് ചെയ്യുള്ളൂ? മനസ്സിലായ? അതുകൊണ്ട് ഈ ചിലപ്പോ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇന്നലെ സൗദി അറേബ്യയിൽ 27 അല്ലേ അല്ലേ ഉറപ്പല്ലേ? 27 ഇന്നലെ സൗദി അറേബ്യയിൽ. ഇന്നിവിടെ മനസ്സിലായില്ലേ? ഈ 29 രാവക്കണം. മിക്കവാറും കുറച്ചാളുണ്ട് തിരക്കില്ലാതെ മുക്തായ ദിവസത്തിന്. എപ്പോ 29 ഇരുപത്തിലെങ്കിൽ നല്ല സമാധാനത്തിൽ പതുക്കെ സഞ്ചിയിലാക്കിയിട്ട് അങ്ങനെ അവിടെ കൊണ്ടുപോയി. പിന്നെ ബാക്കി പതുക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. പതുക്കെ ആരും ഉണ്ടാവില്ല. കാരണം ഉമ്മത്തിന് ഒരു ഐഡിയ ഇല്ല. 27 സ്വന്തം തീരുമാനിക്കുക, ആട് വരിക, അത് മാങ്ങുക, അത് പോവുക. അതുകൊണ്ട് ഞമ്മക്ക് 27 ഞമ്മക്ക് കിട്ടണം. നമ്മൾ പേദലതിനായിട്ട് വന്ന് കൂടല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി വല്ലാതെ ആവുകയില്ല. ഒന്ന് അല്ലാഹുവിലേക്ക് പിരിയും, പടച്ചവനോട് കരയും. ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട്, ഈ മനുഷ്യന്മാരൊക്കെ പോട്ടെ 27 എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാത്രമല്ല ലോകത്ത് മൊത്തം 27 എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ. അപ്പം ശരി, നിങ്ങൾ ഓരോ കണ്ടിട്ടൊന്നും വിചാരിക്കുക ഞാൻ തമാശ പറഞ്ഞെങ്കിൽ മാത്രം. പക്ഷെ ഓർക്ക് ഓരോ വരവ് തന്നെ 27 ആക്കിയാളി ആരും കറണ്ട് അടിമകൾ പ്രതീക്ഷിച്ച് വന്നല്ലേ. ഓർക്ക് കൊടുക്കാതെ എങ്ങനെ വിടുക? അങ്ങനെ ഉണ്ടാവും. ഓർക്ക് എങ്ങനെ കൊടുക്കാതെ ചിലപ്പോ എന്തെങ്കിലും ഒരു സംഗതി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പം അരിയൊക്കെ കൊടുക്കാൻ ഉമ്മ വെച്ചൊരു ഡേറ്റിന്റെ അന്ന് കുറച്ച് അരിയൊക്കെ എല്ലാവർക്കും കൊടുക്കാന്നൊക്കെ വിചാരിച്ച് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ ഒരാള് അതിന് മുന്നേ അതിനർഹനായ ഒരാൾ വന്നാൽ എന്താക്കും?
അല്ലെങ്കിൽ അയാൾ തെറ്റി വന്നതാണെങ്കിൽ നമ്മൾ പറയും വന്നല്ല നീ എന്താക്കണ്ട, നിരാശയ്ക്ക് മടക്കി വിടണ്ട, നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ ലേലത്തിൽ തന്നെ ഈ രഥേരാവൻ അങ്ങനെയെന്ന് പറഞ്ഞോട് പറയും. ഈ ആൾക്കാരൊക്കെ വന്നാണ് ചിലപ്പോൾ ഈ എന്താക്കും, നിന്റെ അടിമകളൊക്കെ അവിടെ വന്നല്ലേ, അവരെ വെറുതെ മടക്കണം. ഞമ്മക്കാണ് വെറുതെ മടക്കാൻ പോയി. ആരെ വല്ല RSD ആൾക്കാർ, റമദാൻ സ്പെഷ്യൽ ആൾക്കാർ എന്നാണ് പറഞ്ഞത്. ആളൊക്കെ പരിഹരിക്കും. ഓന്റെ ഉള്ളിൽ ചെറിയ പൊടി ഉണ്ടായിട്ടാണ് മോൻ്റെ ഓൻ വരുന്നത്. ഓനോന്റെ അള്ളാഹുവിൽ പ്രതീക്ഷയായിട്ട് വരികയാണ്. അതുകൊണ്ട് അള്ളാഹു ചെറുന്നെ കാട്ടിക്കളയും. ആർക്ക് വേണ്ടിയിട്ട്? നീ വന്നോൽക്ക് വേണ്ടിയാണ്. ഓനോട് അള്ളാഹ് വെറുപ്പൊന്നുമില്ല. അവൻ നമ്മളിന്ന് അള്ളാഹോട് കാര്യം ദുആ ചെയ്യണം. നാളെ രാവിലെ പോവുകയും ചെയ്യരുത്. നാളെ രാവിലെ കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് മേക്കൊല്ലം കാണാം. അങ്ങനെയുണ്ടോ? നിന്ന് ലൈലത്തുൽ ജാഹിദുണ്ട്, സമ്മാനം കൊടുക്കുന്ന രാത്രി. സമ്മാനം കൊടുക്കുന്ന രാത്രി അതുകൂടി പൂർത്തിയാക്കിയിട്ട് പോകാം. എവിടേക്ക് നമ്മളേക്ക് പോകണം? റെഡിയല്ലേ? ഉണ്ടോ? അതിന് ഇൻഷാ അല്ലാഹ് കേട്ട് നിങ്ങളെനിക്ക് വേഗം കറക്റ്റ് അറിയും. എന്തില്? ആ ഇൻഷാ അല്ലാഹ് ഒരു വയറിനെ ഇൻഷാ അല്ലാഹ് ആക്കാവുന്നത് 2-3 തീരുമാനിച്ചിട്ടുണ്ട്. ഓലാണ് ഇൻഷാ അല്ലാഹ് ഓലെന്നെ 2 പറയണമെന്ന് സംശയമുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്.